നവീകരണം കഴിഞ്ഞിട്ട് അല്ല ഒരു മിനിറ്റ് പറയണ്ട. ഇത് പുനഃസ്ഥാപിക്കണമെങ്കിൽ നവീകരണം നടത്തിയതിനു ശേഷം പിന്നെ അഷ്ടമംഗലം വെച്ചിട്ട് പിന്നെ ആലോചിച്ച് അത് തീരുമാനിക്കും. അല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് പിടിയിട്ടില്ല. അന്ന് അട്ടമംഗലം പ്രശ്നം നടന്നപ്പോൾ ശൂലവാണിമാരുടെ അദ്ദേഹത്തിന്റെ അടുത്ത് പറ്റത്തില്ല, ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അങ്ങനെ തെറ്റെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് തെറ്റെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ കൊടിമരം ഉള്ളവരെ പുറത്തിറങ്ങുള്ളൂ. അല്ല പറയുന്ന കേട്ടാട്ടെ, ഞാൻ പറയുന്നത് കേട്ടാട്ടെ, തന്ത്രി ജ്യോത്സ്യന്മാരും ചേർന്നല്ല ആചാരങ്ങൾ മാറ്റുന്നത്. പറഞ്ഞ മനസ്സിലായില്ലയോ? തന്ത്രിയും ജ്യോത്സ്യന്മാരും ചേർന്ന് അത് ആ തെറ്റിദ്ധാരണ മാറണം. അദ്ദേഹം എന്ന് പറയാൻ കാരണം കൊടിമരം ഉണ്ടെങ്കിൽ മാത്രമേ ദേവന് വെളിയിൽ ഇറങ്ങാം. മനസ്സിലായില്ലോ? കൊടിമരം ഉള്ള ദേവന്മാരെ വെളിയിൽ ഇറങ്ങത്തുള്ളൂ, ആറാട്ടൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് ഇത് നേരത്തെ ഉള്ളപ്പോഴേ കൊണ്ടുവന്നതാണ്. അതിന് നവീകരണം അത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം, വേണമെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. അത് ഒഴിവ് നോക്കി അന്ന് തീരുമാനിച്ചെന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ ഇത് ചോദിച്ചതിന് സമാനമാണ് പറഞ്ഞത്. അന്ന് നിങ്ങൾ പറ്റത്തില്ല എന്ന് പറയണമായിരുന്നു. ഓക്കേ വേണ്ട, ഇങ്ങനെ എന്നെ പോട്ടെ പറഞ്ഞ മനസ്സിലായോ? ഇനിയിപ്പോൾ അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ അട്ടമംഗലം പ്രശ്നം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു താൽക്കാല പ്രശ്നത്തിന് പറ്റത്തില്ല. പറയില്ല, എനിക്കറിയാം, ഞാൻ ഇഷ്ടംപോലെ ചെയ്യാറുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യകത ഇല്ല. അത് കാരണം അങ്ങനെ ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെ വിളക്കിന് എഴുന്നള്ളിപ്പെന്നുള്ള ചടങ്ങില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതില്ലാണ്ട് ചെയ്താൽ മതിയോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടാവും അദ്ദേഹം. അത് മതി എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സംഭവം ഇപ്പം എന്തായാലും നിലവിലില്ല. ഒരു ആചാരം പുനഃസ്ഥാപിക്കുമ്പോൾ അത് ദീർഘകാലം അത് കൊണ്ടുപോകേണ്ടത്. അപ്പം അത് വളരെ ആലോചിച്ചിട്ടേ ആ വക കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാനായിട്ട് നമ്മൾ നോക്കാൻ പാടുള്ളൂ. ഇപ്പം തന്നെ പ്രധാന ദേവനാണ് ശ്രീഭൂതബലി, പ്രധാന ദേവനാണ്. അത് യാതൊരു സംശയമാണ്. ശ്രീഭൂതബലിയും ബലിക്കലും എല്ലാം പ്രധാന ദേവനാണ്. ആ പ്രധാന ഇപ്പം ഇവിടെ മഹാദേവൻ്റെതാണ് ഇവിടുത്തെ. ഇപ്പം മഹാവിഷ്ണു ആണെങ്കിൽ ഓരോ ഈ ബലിക്കലിൻ്റെയും ദേവന്മാരുടെ ആ ഭൂതഗണങ്ങളുടെ പേരുകൾ വേറെ, സമ്പ്രദായം വേറെ, തൂകുന്ന സമ്പ്രദായം അത് ഇറങ്ങിയിട്ട് ഈ ദോസ്തന്മാർക്ക് തന്നെ വ്യത്യാസം വരും, അവിടെ മുതലേ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഹാദേവന്റെ ഭൂതഗണങ്ങളാണ്. ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഭൂതഗണങ്ങൾ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശ്രീഭൂതബലിയും ഉത്സവബലിയും ഏതായാലും മഹാദേവനാണോ വേണ്ടത്. മറ്റേതെല്ലാം കുറച്ചുകൂടി ഒരു ആലങ്കാരികമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ നമ്മൾ ഭംഗിയായിട്ട് ആ ഭഗവാന്റെ ഉത്സവബലിയും ശ്രീഭൂതബലിയും നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുപോകും. അതിനുശേഷമുള്ള ഈ പറഞ്ഞത് അതിനുശേഷമുള്ള കാര്യമുള്ളൂ, ഈ 5 വരത്തിന് ശേഷമുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അത് ഭംഗിയായിട്ട് നമ്മൾ അതിന് ശിവേലി വിഗ്രഹങ്ങളുണ്ട്, അല്ല ഈ ഇവിടെ ശിവേലി ഒന്നും ഇല്ലായിരുന്നു. ഈ നവീകരണത്തിന് ശേഷമാണ് ഈ ശിവേലി എല്ലാം ആയത്. നവകവും ശിവേലിയും എല്ലാം ആയത് ഈ നവീകരണത്തിന് ശേഷമാണ്. ഉത്സവം മാത്രമേ ഉള്ളായിരുന്നു. 15 ദിവസം ഉത്സവത്തിന് മാത്രമേ ഉള്ളായിരുന്നു. ക്ഷേത്രത്തിന്റെ ഈ ഗ്രേഡ് കൂട്ടിയതാണെന്ന് ശേഷം 3 ശിവേലി എന്ന് പറഞ്ഞാൽ 5 പൂജയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ 5 പൂജ, ഇവിടെ 5 പൂജ, ഇവിടെ 5 പൂജ. നേരം ദീപം നിശ്ചയിക്കുമ്പോൾ ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നാണ് നിശ്ചയിക്കുന്നത്. അതപ്രതിഷ്ഠ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അഷ്ണപാനാദ്യനന്തരം സമാജനെ സർവസ്വ പർവ്വസു ഉത്സവം ഉത്തവാസന വ്യവസ്ഥയാ അവിടെയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പൊ അത് വ്യവസ്ഥ ചെയ്യും. ആ വ്യവസ്ഥ 8ാം ദിവസം തന്ത്രിക്ക് നിശ്ചയിക്കേണ്ടായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തന്ത്രിക്ക് അതിലൊരു സംശയം തോന്നിയാൽ നവീകരണ കലശത്തിന് മുമ്പായിട്ട് അഷ്ടമംഗല പ്രശ്നം വയ്ക്കും. ഈ അഷ്ടമംഗല പ്രശ്നം വയ്ക്കുമ്പോൾ അഷ്ടമംഗല പ്രശ്നത്തിൽ ഇനി ദൈവജ്ഞം പറയുന്ന കാര്യങ്ങളും തന്ത്രിക്ക് അത് ആശാസ്യമല്ല. അദ്ദേഹത്തിന്റെ സമ്പ്രദായ പ്രകാരം ഇപ്പോൾ തരണല്ലൂരാണ് ഇദ്ദേഹത്തിന്റെ സമ്പ്രദായ പ്രകാരം ആശാസ്യം അല്ലെങ്കിൽ ദൈവജ്ഞം പറഞ്ഞാലും അത് ചെയ്യാൻ സാധിക്കില്ല. ദൈവജ്ഞം പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് ലാസ്റ്റ് വാക്ക് ക്ഷേത്രത്തിന്റെ തന്ത്രിക്കാണ്. അത് സംശയമില്ല. സംശയങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ചോദിക്കും. ദൈവജ്ഞം പറഞ്ഞാലും ഇപ്പോൾ കൊടിമരത്തിന്റെ താഴെയുള്ള വിഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ അത് ചോദിച്ച് വിശ്വന്ത പരിഷത്തും ഹിന്ദു ഐക്യവേദിക്കും വന്ന അദ്ദേഹത്തിനെ കുറെ ഹരാസ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള മറുപടി അന്ന് തന്നിട്ടുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും ഇനി അഷ്ടമംഗല പ്രശ്നം വെച്ച് അതിൽ ഇദ്ദേഹമല്ല വേറൊരു ജ്യോത്സ്യം വന്നിട്ട് അത് വയ്ക്കണമെന്ന് പറഞ്ഞാലും അത് ഇന്ന കാരണം കൊണ്ട് വയ്ക്കാതിരുന്നത് തന്ത്രിയുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് വ്യക്തമായിട്ടുള്ള തീരുമാനം തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെന്തെങ്കിലും സംശയം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അഷ്ടമംഗല പ്രശ്നം വയ്ക്കാൻ പറയും. അഷ്ടമംഗല പ്രശ്നത്തിൽ നമുക്ക് യോജിക്കാന്നുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്യും. അതിന് വിരോധമില്ല. ഗണപതിയുടെ അന്ന് ഈ പറഞ്ഞ പോലെ 97 കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഏട്ടനും അല്ല അന്ന് സതീശ് നമുക്ക് ഒരുപാടായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പം നമുക്ക് പറയാം. ഇപ്പം ഇദ്ദേഹം സാറ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നമുക്ക് കാര്യം ചെയ്യാന്നുള്ളത് കാര്യം. അതിന് നമുക്ക് ഈ ഗണപതി ഒക്കെ വേണമെന്നുള്ള അടുത്തൊരു അഷ്ടമംഗല പ്രശ്നം വയ്ക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇപ്പോൾ ഈ ഉത്സവത്തിന് ഈ പറഞ്ഞ പ്രകാരം എഴുന്നള്ളിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ എഴുന്നള്ളിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. ഭാവമാണ് ഈ താന്ത്രികമായിട്ട് പ്രതിഷ്ഠ വരുമ്പോഴത്തേക്കും ഒരു നമ്മുടെ മനുഷ്യന്മാർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഭഗവാന് നേദ്യം കൂടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ മൊത്തം ഈ പ്രപഞ്ചത്തെ മൊത്തം അറിഞ്ഞിരിക്കുന്ന ഭഗവാന് നേദ്യമൊന്നും വേണ്ട. അപ്പോൾ അത് താന്ത്രികമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന സങ്കല്പങ്ങളുണ്ട്.
ആ സങ്കല്പത്തിനകത്ത് നീതി എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. ഇപ്പോൾ നമ്മൾ തിരുമേനി നേരത്തെ പറഞ്ഞതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേദജപം ആചാര്യ തപസ് ആംനായ ജവേന നിയമേന അന്നദാനേന ക്ഷേത്ര പ്രതിഷ്ഠ പഞ്ചത. അപ്പോൾ ആചാര്യൻ്റെ തപസ്, ഇപ്പോൾ തന്ത്രിയുടെ ബന്ധം ഉണ്ടാകുക, പിന്നെ വേദജപം ഉണ്ടാകുക, പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നിവേദ്യം ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ നിവേദ്യം തയ്യാറാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യമേ അത് ശരിയാക്കണം. പിന്നെ ഭഗവാൻ അവിടുത്തുള്ള ആ ശ്രീയോല് നന്നാക്കണം. പക്ഷേ ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ചൈതന്യത്തിനെ ശരിയാക്കാതെ സ്ഥൂല ചൈതന്യത്തിനെ നോക്കിയിട്ട് കാര്യമുണ്ട്. അപ്പോൾ അവിടെ ശരിയാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ശരിയാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം തന്നെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നവീകരണ കർഷം നടത്തുക. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് മിതമായിട്ടുള്ള രീതിയിൽ നോക്കാം. ഒരു ദിവസം പ്രത്യേകം ഉണ്ടായിരുന്നു. കാരണം ഈ 5 വരത്ത് കഴിയും 5ാമത്തെ വരത്തിൽ ദേവൻ മഹാദേവനെ ഇറക്കി അകത്ത് കൊണ്ടുപോയി പിന്നെ ഇറക്കി പൂജ നടത്തിയിട്ട് ദേവിയും ഗണപതിയോടും അവിടെ ഒരു പൂജ നടത്തി ദീപാരാധന നടത്തി തിരിച്ചു കൊണ്ടുവന്ന് 3 വരെ ഇവിടെ എഴുന്നള്ളിക്കുകയാണ്. വൈകുന്നേരം ഉള്ളത് ഈ കരപറച്ച ചടങ്ങിന്. അത് 97 ശൂലവാരിയുടെ ഒരു അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയില്ല. അന്നേ അദ്ദേഹം പറഞ്ഞത് പാടില്ലെന്ന് പറഞ്ഞാൽ ഒരു മഹാദേവനെ മാത്രമേ പ്രധാന ദേവനെ മാത്രമേ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഇവിടുത്തെ സങ്കല്പം അങ്ങനെയല്ല. അന്ന് 3 ദേവൻ അത് ഓരോരുത്തർക്കും ഓരോ ഉത്സവം ഉണ്ടായി. അങ്ങനെ അതിൽ 2 കോടി രൂപ വെച്ച് ഗണപതി ഉത്സവം നടത്തണമെന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല. അങ്ങനെ അത് ഒരാളെ മാത്രമേ എഴുന്നള്ളിച്ചാൽ മതി, മഹാദേവനെ മാത്രം. ഇവിടുത്തെ സങ്കല്പം അങ്ങനെ അല്ലായിരുന്നു. ഇവിടുത്തെ സങ്കല്പം 6ാം ഉത്സവം മുതൽ ഈ കരപറിച്ചിടുന്ന ചടങ്ങെന്ന് പറയും മഹാദേവൻ കുടുംബസമേതം വന്ന് കരകളുടെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു നടന്നത്. അന്ന് ദേവപ്രസംഗി ഇത് അവതരിപ്പിച്ചില്ല. ഇങ്ങനെ ചടങ്ങുണ്ടെന്നുണ്ട്. അത് പുനരാരംഭിക്കാമോ? അങ്ങനെ ചെയ്യുന്നൊരു നവീകരണത്തെ അടുത്ത ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. തൽക്കാല പ്രശ്നത്തിൽ അതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നുള്ളതിന്റെ വാക്ക് തന്നെ അതാണ്, തൽക്കാലമാണ്. അല്ല, അതിനകത്ത് വേറെ വിഷയം കൂടെ ഉണ്ട്. ഈ വിഷയത്തിനകത്ത് നമ്മളിപ്പോൾ ജ്യോതിഷനല്ല അഭിപ്രായം പറയുന്നത് ഈ വിഷയത്തിൽ. ആ തന്ത്രിയാണ് അഭിപ്രായം പറയുന്നത്. അല്ല അന്ന് ശൂലവാണി അത് ആര് പറഞ്ഞാലും തന്ത്രിക്ക് അഭിപ്രായം പറഞ്ഞിട്ട് അത് ദേവൻ ഇഷ്ടമാണോ നോക്കുന്നത് മാത്രം. ഈ ഭാഗ വിഷയങ്ങൾ ഇപ്പം നോക്കുമ്പോൾ ദേവൻ അത് സ്വീകരിക്കുന്നു. അപ്പോൾ ദേവന്റെ ഇഷ്ടം കൂടെ. അപ്പോൾ തന്ത്രി പറഞ്ഞാലും ദേവൻ അത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്നു പോകണം. അപ്പോൾ അത് രണ്ടുപേരുടെ അഭിപ്രായമാണ്. ആചാര കാര്യങ്ങളിനകത്ത് തന്ത്രിയുടെ വിഷയം ഇത് ആചാരമാണ്, ഇത് ജ്യോതിഷന്റെ പറയേണ്ടതല്ല. ഒന്നത് അത് പാടില്ല എന്ന് ശൂലപാണിയ വായിൽ അദ്ദേഹം പറഞ്ഞെങ്കിൽ തന്നെയും കീഴ്പ്പതുമനുസരിച്ചുള്ള ചടങ്ങായിരുന്നു. പറഞ്ഞ മനസ്സിലായില്ലോ? അയാൾക്കത് പറയാനുള്ള യോഗ്യതയൊന്നുമില്ല. അങ്ങനെ തന്നെ പറയണ്ട. അന്ന് നിങ്ങൾ എതിർക്കണമായിരുന്നു. നിങ്ങൾ ഒന്നുള്ളത് എതിർക്കണമായിരുന്നു. പറ്റത്തില്ല, നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഗുണവായുമാരില്ല ആരായാലും ഞാൻ എന്ത് ഇവിടെ ഇരുന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എതിർക്കാം. നിങ്ങൾക്ക് പറയാം കുഞ്ഞെ അങ്ങനെ അല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനെ അല്ല, അല്ലെങ്കിൽ ജോത്സ്യം അങ്ങനെ അല്ല എന്ന് പറയാം. പറഞ്ഞ മനസ്സിലായില്ലോ? നൂറ്റാണ്ടുകളായിട്ട് കീഴ്പ്പതുമായിട്ട് വന്ന് ശൂലവാണിമാർ എടുത്ത് കളയാൻ പറഞ്ഞാൽ പറ്റുമോ? അത് പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇനി അതൊരു അഷ്ടമംഗല പ്രശ്നം വെക്കുമ്പോൾ അതിനൊരു തീരുമാനം. അതെ 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 അയാളൊന്നും പറഞ്ഞു അതൊന്നും നിങ്ങൾ അന്വേഷിക്കും. ആ അവിടെയാണ് പറഞ്ഞത്. അല്ല നിങ്ങൾ എതിർത്തേ പറ്റൂ. കാര്യം പറയാമോ? അത് പറഞ്ഞുതരാം. ഇത് കീഴ്പ്പതുമായിട്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്നതല്ലേ. അപ്പൊ അന്നുള്ളൊരു മടയന്മാരായിരുന്നു. അല്ല അന്നുള്ള മടയന്മാരായിരുന്നു. മാറ്റേണ്ടുന്നതിനെ മാറ്റേണ്ടതിനെ പ്രായോഗികത ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളതിനെ ആലോചിച്ച് എല്ലാവർക്കും കൂടി തീരുമാനം എടുത്ത് മാറ്റാം. പറഞ്ഞ മനസ്സിലായില്ലോ? ഈ എഴുന്നള്ളിക്കുന്നത് നമുക്ക് അതിനകത്ത് ഒരു ചെലവുമില്ല. പുലിക്കല്ലും ഉത്സവവും എല്ലാം ഉള്ളത് മഹാദേവനാണ്. അദ്ദേഹമാണ് ഇവിടെ പ്രധാന ദേവൻ എന്നുള്ളത് നമ്മൾ അസംശയം പറയാൻ പറ്റുന്നതാണ്. അത് ഭക്തജനങ്ങൾക്ക് ആ ഒരു ബോധം വേണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആചാര കാര്യങ്ങളിനകത്ത് നമ്മൾ അത് നമുക്കിപ്പോൾ ഈ പറയുന്നത് നമുക്ക് തന്ത്രവുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആചാരമായിട്ടൊന്നും ബന്ധമില്ല. നമ്മൾ പലതും കണ്ടുള്ള അനുഭവം. അപ്പോൾ അത് അറിയുന്ന ആൾക്കാർ തന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും ആ വിഷയങ്ങളിനകത്ത് നമ്മൾ ഏറ്റവും അറിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ തന്ത്രി പറയുന്ന കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ വൃദ്ധിക്കായിട്ട് എല്ലാം അനുഷ്ഠിക്കണം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിനകത്ത് ഉത്സവത്തിനകത്ത് ഭഗവാന് തൃപ്തിക്കുറവുണ്ട്. ഇങ്ങനെ പോരാ. അത് ഉത്സവം അത് ആ കൃത്യമായിട്ട് ഇത്രയും മഹാക്ഷേത്രമാകുമ്പോൾ ആ ആചാരം അനുസരിച്ച് ഭംഗിയായിട്ട് തന്നെ ഉത്സവം വരണം. ഇപ്പം നടക്കുന്നതിനകത്ത് നമുക്കൊരു തൃപ്തിയില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ അങ്ങ് നവീകരണത്തിന് അതിനകത്ത് എഴുതുന്നുണ്ടാവുമല്ലോ. ആ നവീകരണ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യവസ്ഥ വരുമല്ലോ. പുള്ളിയുടെ വ്യവസ്ഥ എന്തെങ്കിലും പുതിയ ഉണ്ടായല്ലേ നോക്കും. പൂർണ്ണമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിനകത്ത് ഉടച്ചു വാർക്കുകയാണല്ലോ നവീകരണം ചെയ്യുന്നത്. ആ നവീകരണ സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. ആ സമയത്ത് അതിന് ഒരു സ്ഥിരത വരുന്നുണ്ടാകുന്ന രീതിയിൽ അതിനൊരു ലിഖിത രൂപമാക്കി നമുക്ക് മാറ്റി കഴിയുമ്പോൾ ഈ വിഷയം അങ്ങ് മാറും. അത് വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ അതിപ്പം നടക്കുന്നുണ്ടല്ലോ. ഇപ്പം അത് അങ്ങേക്ക് ചെയ്യാമല്ലോ. ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് അങ്ങനെ ചെയ്തു പറഞ്ഞതിന് അർത്ഥമില്ല. അത് നവീകരണം വരെ കാത്തിക്കാൻ പറ്റുക. നവീകരണം കഴിഞ്ഞാൽ നവീകരണത്തിന് നിശ്ചയിക്കേണ്ടതായിട്ടുള്ള ക്രിയകൾ നവീകരണത്തിന് നിശ്ചയിച്ചിട്ടില്ല.
അല്ല അതിന് മുൻപ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അത് ചെയ്തോളൂ. ഉത്സവത്തിന് ചെയ്യേണ്ടതാണ് ഈ ഉത്സവത്തിന് തന്നെ ചെയ്യണം എന്നർത്ഥം. തീർച്ചയായിട്ടും അകത്ത് പൂജാതി കർമ്മങ്ങളിലും അങ്ങേക്ക് തീരുമാനം എടുക്കാം, കൃത്യത എടുക്കാം. 3 ആന വരും ഇവിടെ. ഈ 3 ആന ഇങ്ങനെ നിരന്നു കഴിഞ്ഞ് അതിന് മുമ്പുള്ള വിളക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ക്ഷേത്രത്തിന്റെ പകുതി കഴിയും. അല്ല, പകുതി കഴിയും. ഇവർ നിൽക്കുന്ന ആ ഒരു ഇതിന് ക്ഷേത്രത്തിന്റെ പകുതി കഴിയും. അപ്പോഴത്തേക്ക് തന്ത്രി നടന്നു വരാൻ കുറച്ച് 2 കല്ല് തൂയി കഴിയുമ്പോൾ തന്ത്രി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആനയുടെ പറയുന്നത്. അപ്പോൾ അതാ സംഭവിക്കും. ഈ ദേവനെ രാവിലെ ഒരു ആനയേ ഉള്ളൂ, രാവിലെ ഒരു ആനയേ ഉള്ളൂ. അല്ല രാവിലെ ഒരു ആനയേ ഉള്ളൂ. രാവിലെ മാത്രമല്ല, ഇനിയിപ്പോ ആനയുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാം. രാവിലെ കാര്യം അദ്ദേഹം പറഞ്ഞു. എണ്ണം കൂടി ഉണ്ടാകുന്ന കുഴപ്പം. വരുന്ന സാഹചര്യം ഞാൻ പറഞ്ഞത്. ആനയുടെ എണ്ണം കൂടിയോണ്ട് മാത്രമൊന്നും അത് 6-ാം ദിവസം വരുന്ന 3 ആന വരുന്നത്. രാവിലെ ആയാലും വൈകിട്ടായാലും ഒരാനയെ ഭഗവാൻ എഴുന്നള്ളുള്ളൂ. ഒരാന പുറത്താണ് ഭഗവാൻ ഇരിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 3 ആനയോ 5ഓ 7ഓ ഇതൊക്കെ 17 ആനയാണ് ഇദ്ദേഹത്തിന് തമ്മിലുള്ള കുടമാണിക്യ ക്ഷേത്രത്തിൽ 17 ആനയുണ്ട്. ഈ ശ്രീഭൂതരി സമയത്ത് ഒരാനയുടെ ഇതാണ് ഉണ്ടാവുക. അവിടെ മതിൽക്കകത്ത് സ്ഥലമുള്ള കാരണം ചിലപ്പോൾ ഉള്ള അതും ഇവിടെയും പ്രാവർത്തികമാക്കാം. ആലങ്കാരികമാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ അലങ്കാരത്തിന്റെ വിഷയമാണ് ഈ 4ാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞിട്ട്. ഇവിടെ ഭഗവാനെ എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ മെയിൻ ആനയുടെ പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് പിന്നിലായിട്ടാണ് ബാക്കി 2 ആനയും നിൽക്കുക. എന്തിനാ വെറുതെ ആന നിൽക്കണേ? അലങ്കാരം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അപ്പുറത്തും ആന നിൽക്കേണ്ടത്. ഇത് പിന്നിലാണ് നിൽക്കുക, കാരണം സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ആന വേണ്ടൊക്കെയാണ് വേണ്ടത് നല്ലത്. അല്ല, ആ ഒരു വിഷയത്തില് നമ്മളിപ്പം ഈ ഉത്സവബലിക്കകത്ത് ഒറ്റ ആനപ്പുറത്ത് എഴുന്നള്ളി കഴിഞ്ഞാൽ ഇതിനകത്ത് ഉത്സവബലി ഭംഗിയായിട്ട് നടക്കും. ഈ ആന കൂടി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആന വരുന്നതിന് സമയമെടുക്കും. അപ്പോഴത്തേക്കും ഇവിടെ തന്ത്രി തൂയില്ല. അല്ല, അങ്ങനല്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ 6ാം ഉത്സവം വരെ ഉള്ളത് 3 ആന. അത് വൈകുന്നേരത്തേ ഉള്ളൂ പ്രധാനമായിട്ട്. പ്രധാനം പറഞ്ഞാൽ അത് ഈ കരപറച്ചിൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ഈ 5 വരത്തിന് ശേഷമുള്ള ആ ഒരു ചടങ്ങ് നടന്നത്. 4 വരത്തിൽ 5ാമത്തെ വരത്ത് മുതലാണ് അത് നടന്നത്. 3 ആനയും ഈ ആദ്യത്തെ പ്രദക്ഷിണം ഇല്ല, അത് നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ കാര്യമല്ല. അല്ല, പിന്നെ ഈ സമീപഭാവിയിലാണ് അത് വന്നത്. അത് ഇപ്രാവശ്യം വേണമെങ്കിൽ ഒഴിവാക്കാം. 4 വലത്ത് കഴിഞ്ഞിട്ട് 5ാമത്തെ വലത്തോട്ട് 3 ആന എഴുന്നള്ളിക്കാൻ വേണം. 6ാം ദിവസമുള്ള ചടങ്ങുണ്ട്. 6ാം ദിവസമുള്ള ചടങ്ങാണ്. അതുണ്ടാവുള്ളൂ. അത് പിന്നെ എത്ര കാലം ഉണ്ടാവും പറയാനും പറ്റില്ല. 6ാം ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് 4ാം അല്ല, അത് കരപറച്ചിൽ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ മതിൽക്കകത്തുള്ള ചടങ്ങല്ല. മൂന്ന് വരെ അതൊന്നും താന്ത്രികപരമായിട്ട് അല്ല. അത് വന്നിട്ടെ മൂന്ന് വലത്ത് കറങ്ങും. അത് വന്നിട്ടെ ഈ 3 വലത്ത് ആ തെക്കുഭാഗത്ത് പോയി നിന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കും. തിരിഞ്ഞ് നിന്നിട്ട് കരവറയ്ക്കും എന്ന് പറഞ്ഞാൽ കരക്കാർ തമ്മിൽ ചെറിയ ചെറിയ സംഭവം അല്ല, അത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ 4 വലത്തിൽ ഒരു ആന, അതും 6ാം ഉത്സവം മുതൽ 4 വലത്ത് കഴിയുമ്പോൾ അത് ആലങ്കാരികമായി അതാക്കി മാറുന്നത്. മറ്റേത് ഇങ്ങനെ ഉണ്ടായിരുന്നു ചടങ്ങ്. ഇപ്പൊ ആലങ്കാരികമായി ഇപ്പൊ ഇതില്ല. അല്ല, താന്ത്രികമായ കർമ്മത്തിന് ഇപ്പം അല്ല താന്ത്രികമായ കർമ്മത്തിന് ഒരു ആനയെ തന്നെയായിരുന്നു പണ്ട് ഉപയോഗിക്കുന്നത്. പണ്ട് ഗണപതിയെയും ദേവിയെയും ഒരുമിച്ച് എഴുന്നള്ളിച്ചിരുന്നു. ആ സമയത്താണ് 2 ആനകളെ കൂടെ 5ാം വലത്തോട്ട് വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെയാണ് പിന്നീട് 5ാം വലത്തോട്ട് നമ്മൾ 2 ആന കൂടെ എഴുന്നള്ളിക്കുന്നത്. ആ സമയത്ത് 2 ആന എഴുന്നള്ളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് പിന്നീട് വന്നപ്പോൾ അതങ്ങ് ആന വന്ന് ഇന്നപ്പം കുട്ടി അങ്ങ് എഴുന്നള്ളിച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് തീരുമാനം എടുക്കാം. നമുക്ക് 4 വലത്ത് ഒറ്റ ആന മതി. അടുത്ത ബാക്കിയുള്ള വലത്തിൽ ആലങ്കാരികമായ അങ്ങനെ തീരുമാനം എടുത്ത് അങ്ങനെ ആ തീരുമാനം പറഞ്ഞു. അതെ, വരെ ഈ പഞ്ചവാദ്യം, ഇടയ്ക്ക പ്രദക്ഷിണം, വനന്തല, തകിൽനാവസരം എന്നൊക്കെ പറഞ്ഞു. എല്ലാ പ്രദക്ഷിണത്തിനും തകിൽനാവസരം ആവശ്യമില്ല. ഇല്ല, അങ്ങനെയാണല്ലോ ഇവിടെ ഓരോ വലത്തിനും ഓരോ വാദ്യങ്ങളാണ്. അങ്ങനെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ ചെണ്ട, ഇടത്താളം, കൊമ്പ്, കൊഴല അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഉത്സവത്തിന് വരെ ഈ ഭഗവാന്റെ മുമ്പിൽ തകിലാണ്. നമ്മുടെ മുമ്പിൽ വാദ്യക്കാർ പോവും, ഭഗവാന്റെ മുമ്പിൽ തകിലുകാർ വന്നാൽ അവിടെ നിന്നൊരു 2 പാട്ട് അവിടെ നിന്ന് വായിച്ചിട്ട് അവർ പോകും. അല്ലാതൊന്നും പറഞ്ഞ പിന്നെ എനിക്ക് നല്ല അത് ഒഴിവാക്കണം. അപ്പൊ ഈ പാട്ട് വായിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയണത്. അതാണ് നമ്മൾ തകില് ദാസരക്കാരെ 2 ആൾക്കാർ നോട്ട് ഇട്ടാൽ 2 പാട്ടുകളും നേരം കൂടുതലിരിക്കുന്നത്. ആ വക പരിപാടിയൊന്നും വേണ്ട ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാ. ഞാൻ കറക്റ്റായിട്ട് കാര്യം ഞാൻ പറഞ്ഞ കാര്യം മാറ്റി പറയാം. താന്ത്രികമായ കാര്യങ്ങളിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നടക്കട്ടെ. 8 വർഷമായിട്ട് ഞാൻ വരുന്ന ആളാണ്. കാലം വെച്ച് ഞാൻ കുറച്ച് ദിവസം വരാണ്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു സംശയം ചോദിച്ചത്. അല്ല, ഒരു സംശയമില്ല. അദ്ദേഹത്തെ ചോദിക്കാനാണ്. പണ്ട് ഇവിടെ ഗണപതി
തീർച്ചയായിട്ടും. ശ്രീരുദ്രം പരിപാടിയെ തന്നെ ഇവിടെ നടപ്പില്ല. അപ്പോൾ ഏകാദശി ശ്രീരുദ്രം, അതായത് 11 ദിവസമായിട്ട് നടത്താം, 3 ദിവസമായിട്ട് നടത്താം. ഒരു ദിവസമെങ്കിലും ശ്രീരുദ്രത്തിനൊരു പ്രാധാന്യം കൊടുത്ത് ഒരു ശ്രീരുദ്രം, അത് വേദോപാസനയിൽ കൂടെ ആ ശ്രീരുദ്രജപവും ഒക്കെ ആയിട്ട് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ 15 പേര് ചേർന്നിട്ട് ഒരു ദിവസമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതൊന്നും ഇവിടെ നമ്മൾ പലവണ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. പക്ഷെ അത് നടക്കണില്ല. അല്ല ആ 9-ാം ഭാവത്തിൽ ഏറ്റവും 9 ഉപാസന ശരിയാവണം എന്നാ അതെ, ആ സൂചിപ്പിക്കല്ലയോ. ഈ ക്ഷേത്രാഭിവൃദ്ധിക്ക് പറയുന്ന കാര്യങ്ങളിൽ പ്രധാനമാണല്ലോ വേദം. അതെ, ആചാര്യ അപ്പൊ അതിൽ വേദം എന്ന് പറയുന്നത് വേദോപാസന ഇത് ഒന്നുമില്ല. വേദജപം, മുറജപം, വാരം, അല്ലെങ്കിൽ വേദ അഭിഷേകം, മുറജപം, വേദ രക്ഷാർച്ചന, ഇതൊന്നും പ്രധാനമില്ല. കൊല്ലത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അല്ലേ, ജപമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പരിഹാരങ്ങളെല്ലാം ചെയ്ത് രണ്ട് പ്രാവശ്യം നടത്തി. പുറത്തുകൂടെ എല്ലാ ദേവന്മാരെയും കണ്ട് തൊഴാനുള്ള സൗകര്യമുണ്ട്. എല്ലാ ദേവന്മാരും തൊഴാനുള്ള സൗകര്യം പുറത്തുകൂടെ ഉണ്ട്. പിന്നെ അകത്തെല്ലാം കയറി ദർശനം നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഈ ആചാരങ്ങൾ കൃത്യമായിട്ട് നടത്താനുള്ള സമയം കൊടുക്കണം. പിന്നെ അതിനകത്ത് അരിപ്പാട്ട് വേലാസമക്ഷത്തിലെ കൊടിയേറ്റ് കഴിഞ്ഞാൽ മേട 1-ന് വിഷു കണി കണ്ട് വൈകിട്ട് കൊടിയേറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 8-ാം ഉത്സവം വരെ ഡെയിലി ശ്രീ ഉത്സവം 2035 വരെ ബുക്കിംഗ് ആയിക്കഴിഞ്ഞു. അവസാനം വഴക്കുമ്പോഴായി ഇപ്പം നറുക്കിട്ട ആൾക്കാരെ എടുക്കുന്നത്. നറുക്കിട്ട് 35 വരെ കണ്ട് ആയിക്കഴിഞ്ഞു ഇത്. അപ്പം ഈ ഉത്സവബലി കറക്റ്റ് 10 മണിക്ക് വിളക്ക് വെച്ചു. എന്തോ വിഷയം ഉണ്ടെങ്കിൽ ശരിയല്ല, 1:30 മണിയാകുമ്പോൾ അവിടെ കഴിഞ്ഞിരിക്കും. ഈ ഇദ്ദേഹം തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് ഇപ്പോഴത്തെ ഒരു തന്ത്രി. ഞാൻ പറഞ്ഞേക്കൂ, ഇദ്ദേഹം ഇപ്പോൾ ചാർജ് എടുത്തിട്ട് എത്ര കൊല്ലം ഇവിടെ. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പരമേശ്വരൻ ഒരുപാട് മരിച്ചതിന് ശേഷമാണ്. പരമേശ്വരൻ ഒരുപാട് എന്താണോ ചെയ്തിരുന്ന കാര്യം അദ്ദേഹത്തിനോട് പോയി ചോദിക്കാൻ പറ്റും. അദ്ദേഹം മരിച്ചു. അപ്പം ഇനി ഇപ്പോൾ ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹം ചാർജ് എടുത്തപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് നടത്താറ്, അതൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറെന്ന് പറഞ്ഞ കാരണം അത് നിലനിന്ന് പോരുകയാണ്. അതിനൊരു മാറ്റം വരണം. അദ്ദേഹം ഒരു കാര്യം മുൻപുള്ള ആൾക്കാരെ കൂടെ ഒന്ന് സഹകരിപ്പിക്കണം. മുൻപുള്ള ആൾക്കാരെ കൂടെ അവരുടെ അഭിപ്രായം അറിയണം. മുമ്പുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അറിയണം. എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആരും സഹകരിപ്പിക്കാറില്ല. മുമ്പുള്ള ആൾക്കാരെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കുന്നത്. ഒരു തന്ത്രിക്ക് കഴിഞ്ഞ കമ്മിറ്റിക്കാരെ അദ്ദേഹം പറഞ്ഞത് ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു നോക്കണം. അത് നമ്മൾ തെറ്റായിരുന്നു ക്ഷമിക്കണം. ഈ അടുത്ത കാലം പോലും നമ്മൾ നടത്തുന്നതായിരുന്നു. അതിനെക്കുറിച്ച് പഴയ ആളുകൾ അഭിപ്രായം ചോദിക്കാനൊന്നും വേണ്ട. നാലാം കളി വരുന്നത് ഞങ്ങൾ വലിയ ആൾക്കാരായുള്ള ഭാവം കാണിച്ചുള്ള കാര്യമില്ല. അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന ആൾക്കാർ ഞങ്ങൾ വലിയ ആൾക്കാർ. അതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചത്. അത് തന്നെ കാണിച്ചു. ഈ ഉത്സവത്തിന് മുമ്പേ നമുക്ക് ഇത് സമർപ്പിക്കണം. അപ്പോൾ അതിന് ഭഗവാൻക്ക് തൽക്കാലമായിട്ട് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യും. അപ്പോൾ അത് നമ്മളൊരു ദൈവാനുഗ്രഹമുള്ള കാര്യമല്ല. അപ്പോൾ അത് ഒരു സാമാന്യ വിനോദവും ഭോഗസേവി അത് നമ്മുടെ എല്ലാ ഉത്സവങ്ങളും ഭഗവാന്റെ അടുത്ത് പഞ്ചേരി ഉത്സവം നടത്തും. അശുദ്ധി ബാധിച്ചത്. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ ആൾക്കാർ വിളിച്ചൊരു പ്രായശ്ചിത്തം ചെയ്യും. ഒരു കടപ്പള്ളിയുടെ ജീവനത നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ പരിഹരിക്കാൻ നോക്കും. പിന്നെ ആലോചിച്ച് ഉത്സവത്തിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തന്ത്രിയായിട്ട് കൂടുതൽ ആലോചിച്ച് ഒരു അധികം നടത്താൻ വേണ്ടതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു പിന്നിൽ നിൽക്കണം, ഈ ആന പ്രദക്ഷിണം വെച്ചാൽ അപ്പൊ ഭഗവാന്റെ പിന്നിൽ നിൽക്കേണ്ട ഇതിനൊക്കെ നമ്മുടെ ഈ തൂങ്ങുന്നത് ഭഗവാന് കാണാൻ വേണ്ടിയിട്ടല്ലേ തോന്നുന്നത്. ഇതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവേണ്ടത്. അല്ല ഈ ശ്രീഭൂതബലി ആയാലും നിത്യവുമുള്ള ശീവേലി ആയാലും സങ്കല്പം എന്തുവാ? തൻ്റെ ഭൂതഗണങ്ങൾക്ക് മേൽശാന്തി നിത്യവും ശീവേലി ഉണ്ടെങ്കിൽ തൻ്റെ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് എഴുന്നള്ളിച്ച് മുമ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുക തന്റെ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ല അത് അദ്ദേഹത്തിന് നിന്ന് അത് കാണണം. അല്ല തൂങ്ങുമ്പം തിരുമേനി അവിടെയും ആന ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ആനപ്പുറത്ത് ബിംബം വെച്ച് നിന്നിട്ട് കാര്യമില്ല. ആനപ്പുറത്ത് ഗജവാഹനത്തിനകത്ത് എഴുന്നള്ളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ അനുചരന്മാരെ ശാപ്പാട് കൊടുക്കുന്നത് ഭഗവാനെ കാണണം. അത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് വേണം തൂവാനായിട്ട്. മനസ്സിലായോ? ഭഗവാന്റെ മുമ്പിൽ തന്ത്രി അല്ലെങ്കിൽ മേൽശാന്തി തൂവി പോകുമ്പോൾ അത് ഭഗവാൻ കണ്ടിട്ട് പറഞ്ഞല്ലേ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം വരെ എങ്ങനെ ചെയ്തോണ്ടിരുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഈ അബദ്ധം ചെയ്ത് ഇങ്ങനെ വന്നത് അതിന് മുമ്പേ നടന്നെങ്ങനെ വിഷ്ണുവർജിമയ്ക്ക് അറിയാല്ലേ എങ്ങനെ
കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എന്തായാലും അല്ല അങ്ങനെ പറയാം. തന്നെ കുട്ടികൾ കൂടുമ്പോഴത്തെ സ്വാഭാവികമായിട്ടും സംഭവിക്കും. അല്ല അത് സംഭവിക്കാൻ പാടില്ല. കഴിഞ്ഞു ഇനി എങ്കിലും പാലിച്ചു പോവുക. അത് സംഭവിക്കാൻ പാടില്ല. അതെ അതെ. അല്ല ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഭഗവാൻ ഉത്സവ കാര്യത്തിനകത്ത് ഭഗവാൻ തൃപ്തിയില്ല. ഈ ഉത്സവത്തിന്റെ വിഷയത്തിൽ ശ്രീബോധത്തിൽ പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ ഈ കുട്ടികൾ വളരെ ശരിയാണ്, ചെറിയ കുട്ടികൾ താലം പിടിച്ചു വരുന്നു. ഉപദേവന്മാരെ അടക്കം പ്രദക്ഷിണം വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ആചാരം. ഉപദേവന്മാരെ പ്രദക്ഷിണം വെക്കേണ്ട ഒരു ആവശ്യമില്ല. ശിവേലിപ്പാത വിട്ട് ഒരു കാരണവശാലും പ്രധാന പോകേണ്ട കാര്യമില്ല. ഉപദേവന്മാരുടെ അവിടെ ഒരു ബലി തൂകുന്നുണ്ടെങ്കിൽ മാത്രം വേണം അതിനൊരു അല്ല പ്രതിഷ്ഠ. അരിപ്പാട്ട് അങ്ങനെയാ. ഉപദേവ ശാസ്താവിന് ഉത്സവബലി സമയത്ത് അഞ്ചാമത്തെ പ്രദക്ഷിണത്തിൽ തൂവി ഒന്ന് തന്ത്രി തൂവിയ മാത്രം പ്രതിഷ്ഠ വെക്കണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ സമ്പ്രദായം ഞങ്ങൾ ഇവിടെ അതല്ല, മുമ്പില് ഇതിന് ഞാൻ കമ്മിറ്റിയോ ദേവസ്വം ബോർഡിനൊന്നും പറയുന്നില്ല. മുമ്പിൽ പ്രധാനികൾ നടക്കും. ഈ പ്രധാനികൾ പറയുന്നതനുസരിച്ച് വേണം ദേവം വരാൻ. അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ്. ആ മൂലയ്ക്ക് എത്തിയപ്പോൾ വിളക്ക് പിടിക്കുന്ന അദ്ദേഹം പറഞ്ഞു പോയി ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ പോകും. അങ്ങ് വിളക്ക് പിടിക്കുന്ന ആൾ പോയില്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ ഉണ്ടായത് അല്ലേ. ഞാൻ തന്നെയായിരുന്നു 10 ദിവസത്തെ ഇവിടുത്തെ ഉത്സവം. അപ്പോൾ ഒരു ദേവന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ദേവന് വേണ്ടി താന്ത്രിക ക്രിയകൾ തന്ത്രി ചെയ്യുമ്പോൾ ആ തന്ത്രി ആരാണോ അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യാൻ തയ്യാറായി വേറെ പ്രശ്നം. ഈ 4 പ്രതിഷ്ഠം ശ്രീബോധയിൽ കഴിഞ്ഞ് 4 പ്രതിഷ്ഠം കഴിഞ്ഞ് തന്ത്രി കത്തിക്ക് പോയി. പിന്നെ ഒരു മണിക്കൂർ ഇവിടെ തകരുനാസരം വായിച്ചു, തെക്കേ നടക്കെ വായിച്ചു, പടിഞ്ഞാറാണ്. അതിനൊന്നും വിരോധമില്ല. 9 പ്രദക്ഷിണം വരെ വൈകുന്നേരം നേരത്തെ ആവാം. കാലത്ത് എത്ര പ്രദക്ഷിണമാണോ ശ്രീബോധയിൽ പ്ലസ് ഒരു പ്രദക്ഷിണം കൂടി ഉത്സവമായിട്ട് ചെയ്യാം. അതിന് താന്ത്രികപരമായിട്ട് യാതൊരു വിരോധമില്ല. പക്ഷേ ഇത് തന്ത്രി ഇപ്പോൾ ഇവിടുന്ന് തൂവി ആ മർദ്ദനത്തിൽ തൂവി അടുത്ത കല്ലിനോടെത്തുമ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം ഈ എത്തിണ്ടാവില്ല. അതിലെ ഒരു പ്രശ്നമുണ്ട് ആൾക്കാർക്ക് അറിഞ്ഞത്. ക്ഷേത്രാചാര വൃത്തിഷു തന്ത്രിവാക്യത്തിനാണ് പ്രാധാന്യം. അയ്യോ കഴിഞ്ഞ ഗ്രാഹ്യം സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. കാരണം ഇത് കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ ആചാരത്തിന് ക്ഷേത്രാചാരത്തിന്റെ ഇതിൽ അദ്ദേഹത്തിന്റെ തന്നെ എല്ലാം നമ്മൾ ആചാര്യവചനം ഗ്രാഹ്യം ക്ഷേത്രാചാരം ദൃഷ്ടിച്ചു. ആചാരവചനം ഗ്രാഹ്യം. തന്ത്രിയുടെ വാക്കുകൾ ക്ഷേത്രത്തിന്റെ ആചാരത്തിന് അത് ഏറ്റവും കേൾക്കേണ്ടത് അതാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ബോർഡിന്റെ ആണെങ്കിലും ഏത് കാര്യം തന്ത്രിയുടെ ലെറ്ററില്ലാതെ അവിടെ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ ശ്രീഭൂതബലി ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് കലശവും ഈ ശ്രീഭൂതബലി ഉത്സവബലി എന്ന് പറയുന്ന ആചാരങ്ങൾ. അപ്പോൾ അതിൽ ആ ബലി തൂകുമ്പം അത് ഭഗവാന്റെ മുമ്പ്, അത് ശ്രീവേലി ആയാലും ശരി ശ്രീഭൂതബലി ആയാലും അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് തൂകിയാലും ഭഗവാൻ തൃപ്തിയാവുന്നു. അല്ലാതെ തന്ത്രി ഇപ്പം തൂകി വരുമ്പോഴത്തേക്ക് ഒരു പ്രദർശനം പൂർത്തിയാവുക. അപ്പോൾ അത് തന്ത്രി പറയുന്ന അനുസരിച്ച് തന്നെ ചെയ്യുക. അത് അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രീഭൂതബലിക്കൊന്നും പൂർത്തീകരണം വരുത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്മിറ്റിക്കാരുടെ അല്ലെങ്കിൽ അപ്പോൾ ഉള്ള ഓരോ വർഷവും 2 കമ്മിറ്റിക്കാർ മാറും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൂടുമ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഓരോരോ രീതിയിലായിരിക്കും വരുന്നത്. അങ്ങനെയല്ല, ആ വക വിഷയങ്ങളിൽ തന്ത്രി പറയുന്നതിനപ്പുറത്തോട് നിങ്ങൾ ചെയ്യാതിരിക്കും. അത് വാഹനത്തിൻ്റെ മുമ്പിൽ, ഭഗവാന്റെ ബിംബത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ, ചേരുമ്പതിന് മുമ്പ് വെച്ചിട്ട് തന്നെ ഇത് തൂവുക. എന്തായാലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഈ വ്യാഴമാണ്. ആ വ്യാഴം 3ാം ഭാവത്തിലാണ്. ഉത്സവ വിഷയത്തിൽ ഭഗവാന് തൃപ്തിയില്ല. അത് യാതൊരു സംശയം വേണം. അത് മാത്രമല്ല അതിലോട്ട് നോക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അവിടെ ഈ നേരത്തെ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി നേരില്ലെങ്കിലും ഈ തന്ത്രി പറയുന്നതനുസരിച്ച് ഈ വക ആ കാര്യങ്ങളിൽ, അകത്തുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യും. പുറത്ത് വലിയ തൂകുന്നതൊക്കെ. പിന്നെ ഉത്സവത്തിൽ കഴിഞ്ഞ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അന്നദാനം ഉണ്ടെങ്കിൽ അതെല്ലാം നടത്താവൂ. അലംഭാവത്തിലെ ഉത്സവബലിയുടെ വിഷയത്തില് ഈ തെക്കൻ ഭാഗത്തുള്ള തെറ്റായിട്ടുള്ള ആചരണം എത്രയോണ്ടും നിങ്ങൾക്ക് 1 മണിക്കാണ് വിളക്ക് വയ്ക്കുന്നത്. വൈകുന്നേരം 4:30 ഉത്സവബലി കഴിച്ചാൽ കൊട്ടാരക്കര കയറുന്നതാണ്. കാലത്ത് 8 മണിക്ക് വിളക്ക് വെച്ച് 12 മണിക്ക് ഉത്സവബലി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളിൽ ഉത്സവബലി കഴിക്കുന്നത്. ക്ഷേത്രം കൊണ്ട് വൈകണോ 10 മണിയോ 11 മണിയോ 12 മണി കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കുന്നത്. ഈ 12 മണി 1 മണിക്ക് വിളക്ക് വെച്ചിട്ട് 4 മണിക്ക് ഈ ഉത്സവബലി കഴിയണവരെ ഭക്തജനങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്കടക്കം ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയും ഭക്ഷണം കൊടുത്തോളൂ എന്ന് പറയും. അത് അങ്ങനെ രീതിയിലല്ല. ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിന്റെ 8 മണിക്ക് വിളക്ക് അത് 8 മണിക്ക് വിളക്ക് വയ്ക്കാൻ ആരാ നിർദ്ദേശിക്കുന്നത്? ആര് നിർദ്ദേശിക്കണം? തന്ത്രി നിർദ്ദേശിച്ചാൽ അത് പാലിക്കോ? അതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അല്ല, അതിപ്പോ അങ്ങും പഴയ കമ്മിറ്റി അതാണ് ചെയ്യുന്നത്. അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ട് വലുതും. ഇല്ല, അകത്ത് വിളക്ക് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉപദേശക സമിതി ഒരു അഭിപ്രായം പറയാം. അല്ല, ഇന്നലെ വരെ പാലിച്ചിട്ടില്ല. ഇല്ല, അതാ പാലിക്കണം. അതാ പറഞ്ഞത്. ഇപ്പൊ ഇപ്പോഴത്തെ കമ്മിറ്റിയോ വരാൻ പോകുന്ന കമ്മിറ്റിയോ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തയ്യാറാണ് 8 മണിക്ക് ഇവിടെ നാട്ടുകാർ ഇല്ല, തിരുമേനി ഒരു കാര്യം മനസ്സിലാക്കുക. അകത്ത് വിളക്ക് വെക്കുന്നതിനെ കുറിച്ച് ഒരു കാരണവശാലും ഉപദേശക സമിതി, മുൻ ഉപദേശക സമിതി ഇന്നേവരെ ഇന്ന സമയത്ത് വെക്കണം വെക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതങ്ങനെ ആലോചിച്ചോണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല.
അതൊക്കെ വെറുതെ പറയണതാ. ഇല്ല അല്ലല്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴൊന്നും ആരും പറഞ്ഞിട്ടില്ല, ആരും പറയത്തുമില്ല അതിനെക്കുറിച്ച്. കാരണം വെച്ചാൽ താന്ത്രികമായ വിഷയങ്ങൾ അത് അങ്ങയുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്, ഞങ്ങൾ അറിയാറ്. ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ അല്ല, ഒരു 10:30 മണിക്കൊക്കെ വെച്ചാൽ ഒരു 1:30 മണിയൊക്കെ ആവും. 10 മണിക്കൂർ അത് അങ്ങ് തീരുമാനിച്ചോളൂ, അങ്ങേക്ക് തീരുമാനിക്കാം. ഉത്സവലിയുടെ സമയം ഒരു 9 മണിക്ക് തന്നെ വിളക്ക് വയ്ക്കാൻ വിനോദിനു മുമ്പ് ക്ഷേത്രത്തിന്റെ പൂജകളെല്ലാം കഴിഞ്ഞ് 9 മണിക്ക് വിളക്ക് വെച്ചാൽ 10, 12, 12 മുമ്പ് അല്ല വേറെ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. ഇത് ഉണ്ണിയപ്പം മൊത്തം വെട്ടിയേരുണ്ട്, മനസ്സിലായില്ലേ? ആ അല്ല ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. അല്ല, ഇതിനകത്തൊരു വിഷയം വെച്ചാൽ ഇപ്പൊ പറഞ്ഞ വിഷയം എല്ലാവരും കൂടെ സഹകരിക്കും. ഈ ശ്രീഭൂതബലി ഈ നേദ്യം ഈ ഭൂതഗണങ്ങൾക്ക് ഇപ്പൊ ഈ 3ആയിട്ട് പകുക്കും. അതിൽ അകത്ത ദേവന്മാർക്കും പാർശ്വന്മാർക്കും ഭൂതഗണങ്ങൾക്കും ഇങ്ങനെ 3ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് വരുന്ന ഈ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വർഷത്തിൽ ആ ഉത്സവ സമയത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. അത് വളരെ പ്രാധാന്യമുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ നമ്മൾ ബാക്കി ഭക്തജനങ്ങൾ അത് അല്ലെങ്കിൽ അതെടുക്കാൻ ഇട വന്നാലോ പലയിടത്തും അങ്ങനെയൊക്കെയുണ്ട്. ഉത്സവബലി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ആ നേരിച്ചോറ് കൊണ്ടുപോയി പാടില്ല, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അപ്പം അത് ഈ തിരുമേനി പറഞ്ഞതുപോലെ ഒരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് 1 മണി 1:30 ആകുമ്പോഴത്തേക്കും ഉത്സവബലി തീർത്തിട്ട് ആ വന്ന നേദ്യത്തിൻ്റെ അത് അകത്തുള്ള ചോറ് തന്നെ നമുക്ക് വേണമെങ്കിൽ അന്നദാനമായിട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ആ വക കാര്യങ്ങൾ തന്ത്രിക്കാണ് തീരുമാനിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപദേശ സമിതിയോ ബാക്കി കാര്യങ്ങളോ അധികാരം അല്ല ഇവിടുത്തെ വിഷയത്തിൽ അങ്ങ് വേറെ കാര്യമുണ്ട്. രാധാകൃഷ്ണൻ അത് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. യജമാനൻ പോകാം. ഞാൻ പറയുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ യജമാനൻ ബോർഡാ. പക്ഷെ പരമാധികാരം എന്ന് പറയുന്നത് അപ്പൊ ഇത് തന്ത്രി അദ്ദേഹം വിളക്ക് വെച്ചിട്ട് ഏവോ അവിടെ ചെന്ന് നിൽക്കണം പാണി ഒട്ടാനായിട്ട്. അനുവാദം ചോദിച്ചിട്ടാ പാണി ഒട്ടിക്കുന്നത് പറയുന്നതൊക്കെ. അപ്പൊ ഇത് തമ്മിൽ എന്ന് പറയുമ്പോൾ ഒരു 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് തീരുമാനം എടുത്തേ ഇത് പോകാൻ പറ്റും. അല്ലാതെ ഒരാൾ മാത്രം തീരുമാനം എടുത്താൽ അവിടെ പരാജയപ്പെടും. തീരുമാനം എടുക്കുന്നതല്ല. ഇപ്പൊ ഈ പറഞ്ഞത് ആചാര കാര്യങ്ങളിൽ ബോർഡാണ് യജമാനെങ്കിലും ആചാര അത് വേറെ കാര്യം. അത് തന്ത്രിക്ക് തന്നെ വേണ്ടാന്ന് ബോർഡ് ഒരിക്കലും പറയത്തില്ല. അത് സമയക്രമീകരണങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ വേണം തീരുമാനിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഇവരെല്ലാരും കൂടി കമ്മിറ്റിക്കാരും പറയാറില്ല, നടക്കത്തില്ല. കമ്മിറ്റിയും ബോർഡിന്റെയും അതെ എല്ലാവരുടെയും കൂടെ സഹകരണത്തിൽ പറഞ്ഞതുപോലെ ഉത്സവബലി ഒരു 10 മണിക്ക് 10:30 തുടങ്ങി കഴിഞ്ഞാൽ 1:30 നമുക്ക് ഉത്സവബലി തീരും. അതിനുശേഷം നമുക്ക് അന്നദാനം നടത്തുകയും ചെയ്യാം. അപ്പോൾ അതല്ലെങ്കിൽ അത് അത്രയും നമുക്കൊരു ഭവൻ ഇഷ്ടമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ വിഷയത്തിനകത്ത് ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം അതൊന്നും ഈ അറിവിൻ്റെ പ്രശ്നമായിരിക്കും. നമുക്കത് ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനെ പറ്റുന്ന വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നു. അങ്ങനെയല്ല, ഉത്സവബലിയാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുവേണ്ടിയാണ് ഉത്സവം നടത്തുന്നത് തന്നെ. അതിന് ലോപം വരുത്തുന്ന രീതിയിൽ ഒരു പരിപാടിയും ചെയ്യാതിരിക്കുകയാണ്. ഇവിടുത്തെ ഈ 9 മണിക്ക് വിളക്ക് വെക്കണമെങ്കിൽ 9 മണിക്ക് വിളക്ക് വെക്കാൻ ഒക്കാത്തതിന് കാരണം ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളോ ഒന്നുമല്ല. ചില തന്ത്രി അദ്ദേഹത്തിനും കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടിന്റെ വിൽപ്പനയാണ് അത്രയും താമസിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തീരുമാനം ബോർഡ് ശക്തമായി എടുത്താൽ സംഭവം തീരും. അത് ബോർഡിന് നഷ്ടപ്പെട്ട അതെല്ലാം ഉണ്ടെങ്കിൽ നിലനിൽക്കുള്ളൂ. ഈ ജീവനക്കാർക്ക് അല്ല ഒരു ദിവസത്തേക്ക് നഷ്ടപ്പെടാം, കുഴപ്പമൊന്നുമില്ല. അതിനെന്തോ ആയിക്കോട്ടെ. ഇന്നലെ വരെ എന്ത് തന്ത്രിദേവൻ ഈ മുൻ വർഷം വരെ എന്ത് നടന്നു? ഈ വർഷം ഉത്സവം തൊട്ട് ഭഗവാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യണ്ട. ഭഗവാൻ ഇഷ്ടം എങ്ങനെയാണ് അതെല്ലാവരും കൂടി നിങ്ങൾ എല്ലാവരും കൂടി സമന്വയിക്കണം ആ വിഷയത്തിൽ. ഒരാൾ മാത്രം വിചാരിച്ചാൽ പ്രയാസം നടക്കാവുന്നല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെ കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഈ വിളക്ക് വയ്ക്കുന്ന തമ്മിൽ ഒരു ബന്ധമില്ല. അത് വെളിയിൽ വെച്ച് കൊടുക്കാമല്ലോ. അതിപ്പോ ശബരിമല സീസൺ കാലത്ത് ഇവിടുന്ന് ചോദിച്ചിരുന്നു, സാർ ചോദിച്ചിരുന്നു, ഈ ക്ഷേത്രത്തിന്റെ നട അടച്ചതിന് ശേഷം ഭക്തജനങ്ങൾ ശബരിമല സീസൺ കാലത്ത് കണ്ടമാന ആൾക്കാർ സാധനം കൊടുക്കാവുന്നു. കൗണ്ടർ കൊടുക്കാമല്ലോ. ഇഷ്ടം പോലെ കൊടുക്കാം. ആ എത്ര കൊണ്ട് കൊടുക്കാനാണ് നമ്മൾ ചോദിച്ചത് അത്രയും ഈ മുൻകൂട്ടി ഉണ്ടാക്കി നിവേദിച്ച് വെച്ച് കഴിഞ്ഞാൽ നടത്തി ശേഷം എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാൻ യാതൊരു വിരോധമില്ലാന്ന് പറഞ്ഞിരുന്നു. അപ്പത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ അപ്പത്തിൻ്റെ പ്രസാദ വിതരണമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ല അതല്ല ഇതിനകത്ത് വേറെ വിഷയം. അതും അല്ല വിഷയം. ഇവിടെ ഈ ഉത്സവ ദിവസങ്ങളിൽ ഭക്തജന തിരക്കുണ്ടാവുന്നത്. അകത്ത് എല്ലാവർക്കും ദർശനം നടത്താൻ സൗകര്യം കിട്ടുന്നില്ല. ആ സമയത്തിന് മുമ്പ് വിളക്ക് വയ്ക്കുന്നുണ്ട്. കൂടുതൽ കുറേ കൂടെ ആൾക്കാരെ കയറ്റി വിട്ട് ദർശനം നടത്താൻ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് വരുന്നത് ഏറ്റവും വലിയ പ്രശ്നം. അത് ബ്ലോക്ക് ചെയ്യണം. ഉത്സവ സമയങ്ങളിൽ ഇത് നിയന്ത്രിക്കണം. ഉത്സവ സമയങ്ങളിൽ ഇത് നിയന്ത്രിക്കണം. ഈ വെളിയിൽ കൂടെ വന്നാൽ എല്ലാവർക്കും തൊഴാവുന്ന കാര്യമുള്ളൂ. എല്ലാവരും അകത്ത് കയറിയാൽ തൊഴാമെന്നുള്ള ഒരു ദിവസം എല്ലാവരും
ഉത്സവങ്ങൾക്ക് ഇപ്പം കൊട്ടാരക്കരയിൽ നിന്നല്ല എല്ലാ ക്ഷേത്രങ്ങളിലും ബുദ്ധിമുട്ടാണ്. ആ ഉത്സവ ബലി ദിവസം നവീകരണ കാലത്ത് നടത്തണമെന്ന് പറയുന്നതിനകത്ത് തന്ത്രി അതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞു ഇവിടെ എന്തുകൊണ്ട് നവീകരണ കാലത്ത് നടത്തണമെന്നുള്ളൂ. അപ്പൊ അതിന് ഇനി വീണ്ടും നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമില്ല. അത് അറിഞ്ഞാൽ അത് എത്ര പെട്ടെന്ന് ചെയ്യുമെന്നുള്ളത്. അല്ല അതിന് സംശയമില്ല, അങ്ങ് പറഞ്ഞ് ശരിയാണ്. അപ്പോൾ ഈ കണ്ട ഈ രാശിയിൽ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടുന്ന ഒരു പരിഹാരം ഇവിടെ ചെയ്യണമല്ലോ. എന്തെങ്കിലും ഇപ്പം നമ്മളൊരു പരിഹാരം കാണിക്കുകയും ഞാൻ നവീകരണ ലക്ഷം എത്ര പെട്ടെന്ന് തന്നെ നടത്താം എന്ന് തന്നെ എഴുതുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നവീകരണ കലശം നടത്തണ്ടെന്നുള്ളതല്ല അങ്ങ് പറയുന്നത്. അല്ല എനിക്ക് മനസ്സിലായി പറഞ്ഞത് അത് പ്രത്യേക എഴുതും. അതേപോലെ തന്നെ എത്ര പെട്ടെന്ന് നവീകരണ ലക്ഷം ഭഗവാൻ നടത്തേണ്ടതാണെന്നുള്ളത് പ്രത്യേകം നോക്കും. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം എന്ന് പറഞ്ഞാൽ ഒരു ആന്തരികമായിട്ട് കിടക്കുക. നാലാം ഭാഗത്ത് ചുവ നിൽക്കുകയും ചെയ്യും. ഏത് കാര്യത്തിൽ ഇടപെട്ട് ഞാൻ ഇവിടെ ഒരു കലഹവും ഭവനത്തിന് മുമ്പിൽ തന്നെ കലഹം ഉണ്ടാക്കി. നാലാം ഭാഗത്ത് ചുവ നിൽക്കുക അല്ലേ? ഭൗമേന അകരതം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പറയിപ്പിക്കണോ? വേണ്ട. അപ്പൊ നാലാം ഭാവത്തിൽ ധനവിഷയത്തെ ചൊല്ലി തന്നെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്നപ്പാ. ഭൗമേന അകരതം എന്നാണ് രണ്ടാം ധനസ്ഥ അനാധിപത്യം വഹിച്ച് ചൊവ്വ നാലാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. അതെ. അപ്പൊ അത് ഭഗവാൻ തിരുമുന്നിൽ തന്നെ അഭിപ്രായ വ്യത്യാസം കലഹം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. വിഷയങ്ങളുണ്ട്. അത് മാറാനുള്ളവർ മാറുക അത്രേ. പിന്നെ ഇത് കണ്ട് വിഷയം പറയുക എന്നുള്ളത് നമ്മുടെ ധർമ്മം. അങ്ങനെ അത് പറയും. അപ്പോൾ അത് നമ്മൾ ഈ ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് ഭഗവാന്റെ മുമ്പിൽ ഒരു വിളിച്ചൊല്ലി പ്രാവശ്യം ബന്ധപ്പെട്ട ആൾക്കാർ വന്നുപോയ അപരാധങ്ങളെല്ലാം പുറക്കണമെന്ന് ഭഗവാനോട് ക്ഷമയാചിക്കും. ഒരു നിലവിളക്ക് വാങ്ങിച്ചിട്ട് 5 തിരിയിട്ട് നെയ്യ് ഇട്ട് കത്തിച്ച് പ്രദക്ഷിണമായിട്ട് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ അഷ്ടബന്ധം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ അടുത്ത ഈ ഉത്സവം കഴിഞ്ഞിട്ടുള്ള നമുക്ക് സാധ്യമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മുഹൂർത്തത്തിൽ, കാരണം ഇതിന് ഈ സാമ്പത്തികമായിട്ടൊക്കെ ഇത് വരുന്നതാണ്, തിരുവേണ്ട സമയം വേണം. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ കൂടി ആലോചിച്ച് നമുക്ക് എത്രയും വേഗത്തിൽ നമുക്ക് അഷ്ടബന്ധത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയനം നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉത്തരായനമായാലും ദക്ഷിണായനമായാലും ചെയ്യാൻ അഷ്ടബന്ധം മാത്രമായിട്ട് ചിലപ്പോൾ അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നവീകരണ ക്രിയയോട് കൂടി അഷ്ടബന്ധം ഇറങ്ങിക്കിട്ടും. അഷ്ടബന്ധത്തിൻ്റെ ക്രിയ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞല്ലോ വിഗ്രഹം പറഞ്ഞിട്ടുള്ള വിഗ്രഹമാണ്. മൂലവിഗ്രഹത്തിന് അതിൻ്റേതായിട്ടുള്ള കേടുപാടുള്ള കാരണം അന്ന് വാർത്ത കെട്ടിയിട്ടുണ്ട്. ഗോളക സമർപ്പണം നടത്തിയതാണ്. അല്ല അന്ന് കഴിഞ്ഞ 25 കൊല്ലം മുമ്പത്തെ നവീകരണത്തിന് അഷ്ടബന്ധം ഇട്ടിട്ട് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. രണ്ടാം ഘട്ടത്തിലാണ് ഗോള സമർപ്പിച്ചത്. രണ്ടാം ഘട്ടത്തിലാണ് ഗോള സമർപ്പിച്ചത്. ആ ഗോളക സമർപ്പിച്ചതിന് ശേഷം അതോടുകൂടിയാണ് നവീകരണം ചെയ്തിട്ടുണ്ടാവുക. ആദ്യം അഷ്ടബന്ധം ഇട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് ഗോളക. രണ്ടാം ഘട്ടത്തിലാണ്. അപ്പോൾ ആ അഷ്ടബന്ധം മാറ്റണമെങ്കിൽ എന്ത് വേണം? ഗോളക റീപ്ലേസ് ഗോളക മാറ്റണമെങ്കിൽ എന്ത് വേണം? നവീകരണം. നവീകരണത്തോടെ നടക്കത്തുള്ളൂ. ആ ഗോളക എന്ന് പറഞ്ഞാൽ വെറും ഗോളകയല്ല. ആ മൂലവിഗ്രഹത്തിന്റെ കേടുപാടുകൾ ഫലിക്കാതിരിക്കാൻ വെച്ചിരിക്കുന്നതായ ഒരു വാർത്ത കെട്ടിയിട്ടുള്ള ഗോളകയാണ്. അത് തന്നെയാണ് നമ്മൾ ചോദിച്ചത്. നവീകരണക്രിയയോട് ചേർത്ത് വെച്ചിട്ടുള്ള ഗോളകയായതിനാൽ നവീകരണക്രിയ ഉണ്ടെങ്കിലേ ഗോളക മാറ്റാം. ഗോളക മാറ്റിയാലേ അഷ്ടബന്ധം. അതെ ഗോളകയുടെ പുറത്ത് അഷ്ടബന്ധം ഇട്ടിട്ട് കാര്യം അഷ്ടബന്ധം പറ്റില്ല. ആ ക്രിയ 6 ദിവസത്തെ ചടങ്ങ്. ഇദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ അഷ്ടബന്ധത്തിന്റെ ക്രിയ എന്ന് പറഞ്ഞാൽ 6 ദിവസത്തെ പൂജകളാണ്. ആ 6 ദിവസത്തെ പൂജകളോട് കൂടി കുറേ ശാന്തി പ്രായശ്ചിത്ത ഹോമങ്ങളോട് കൂടിയുള്ള ക്രിയകൾ ചെയ്യാമെന്നാണ് നമ്മൾ പല കാര്യം. അങ്ങനെയുള്ള താന്ത്രികമായ കുറിച്ച് അങ്ങ് തീരുമാനം എടുത്തട്ടെ. അത് അങ്ങനെ പോകുന്നത് നല്ലത്. ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് അദ്ദേഹം പറഞ്ഞ നവീകരണ ക്രിയയോട് കലശം നടത്തണം. ഇത് 25 വർഷമായി ചെയ്തിട്ട് ഇവിടെ അത് വേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഈ നവീകരണ ക്രിയയോട് കലശം നടത്തുമെന്ന് പറയുന്നത് അത് നമ്മൾ ഇപ്പം ഈ എടുത്തു പിടിച്ചാണ് ചെയ്തില്ലെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സമയം നോക്കി മുഹൂർത്തം നോക്കി അത് ചെയ്യേണ്ടതാണ്. അത് ഉത്സവം കഴിഞ്ഞിട്ടായി കഴിഞ്ഞാൽ നവീകരണം ചെയ്യുമ്പോഴേ ഇതിനകത്ത് വരുന്ന സമയം എടുക്കണം. കൂടുതൽ സമയം വേണ്ടി. ഇവിടെ ഇപ്പോൾ വിനായക ചതുർത്ഥി 365 ദിവസത്തിൽ ഒരു ദിവസമാണ് വിനായക ചതുർത്ഥി വരുന്നത്. ഈ വിനായക ചതുർത്ഥിയുടെ ഒരു ദിവസത്തെ ചെലവിൻ്റെ 3/4 ഭാഗം വരുന്നില്ല നമുക്ക് 11 ദിവസം. അഥവാ അദ്ദേഹം ആദ്യം പറഞ്ഞ പോലെ 10 ദിവസത്തെ ഉത്സവത്തിന് ചെലവ് ചെയ്യുന്നതിൻ്റെ പകുതി പൈസ വരില്ല 11 ദിവസം നവീകരണത്തിന്. ചെയ്യണമെന്നുള്ള താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായാൽ ഇവിടെ നമുക്ക് യാതൊരു വിരോധമില്ല. അല്ല, അതിനകത്ത് നമുക്ക് നടത്താൻ താല്പര്യമുണ്ട്. അതിലിപ്പോൾ നമ്മുടെ അതിന് വിശാലമായി ചിന്തിക്കണമെന്ന് ഞാൻ മുമ്പേ ചോദിച്ചതിന് വേണ്ടിയാണ്. അതൊരു ഒരു ഒറ്റരാശി പ്രശ്നം കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. വാർത്ത കെട്ടിയിട്ടുള്ള സമ്പ്രദായം ഒറ്റയടിക്ക് നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ അത് നവീകരണക്രിയ വേണം. അപ്പോൾ നമുക്ക് മാറ്റണമെങ്കിൽ നവീകരണം വേണം. അപ്പോൾ നവീകരണം വേണ്ടത് എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഇദ്ദേഹം പറഞ്ഞത്. അതും അതിനകത്ത് കാലം ശുക്ലപക്ഷത്തില്
നല്ല ദിവസം നോക്കി നക്ഷത്രം നോക്കി ഉത്തമമായിട്ടുള്ള നക്ഷത്രം നോക്കി ചെയ്യണം. ഈ ഉത്തരായന കാലത്ത് നടന്നില്ലെങ്കിൽ അതിന് ഭദ്രദീപ പ്രാവശ്യത്വം അദ്ദേഹം പറഞ്ഞു. അത് വെച്ചിട്ട് അടുത്ത ഉത്തരായന കാലത്ത് നല്ല മുഹൂർത്തം നോക്കി നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് അതെ അല്ലാതെ ചെയ്യേണ്ടതാണ്. നിശ്ചയിച്ച് നമ്മൾ ചെയ്യണം. അല്ലാതെ അതിന് മുമ്പ് ചെയ്യേണ്ട ക്രിയകൾ ശേഷം ചെയ്യേണ്ട ക്രിയകൾ ശേഷം ചെയ്യുക. എന്തായാലും അത് ചെയ്യണം എന്നുള്ളത് അത് ഒരു സംശയം വേണ്ട. ഉത്തരബന്ധം ചെയ്യണമെന്നുള്ള യാതൊരു സംശയം വേണ്ട. ഒരു ഉത്സവം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇനിയിപ്പം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ കാരണം നമുക്കത് ബുദ്ധിമുട്ട് തന്നെ. അപ്പോൾ അത് ഉത്സവം കഴിഞ്ഞ് പക്ഷെ അതിന് കാര്യമുണ്ട്. വ്യവസ്ഥ എന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് ഭഗവാന്റെ ഇപ്പം എട്ടെന്ന് പറയുന്നത് ഭഗവാന്റെ ഈ തടപ്പള്ളിയുടെ ഭാഗമോ അങ്ങനെ എന്തെങ്കിലും തടപ്പള്ളിയുടെ ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതൊരു ഉപാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തോളാം എന്ന് സങ്കല്പിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ട് അത് ചെയ്യാത്ത വിഷയമുണ്ടോ? സമിതിക്കാരെങ്കിലും ഉണ്ടോ? അല്ല അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അട്ടമഭാവാധിപത്യവും ഈ ശുക്രനെ വഹിച്ചതുകൊണ്ട് സാധാരണ നമ്മൾ അട്ടമഭാവം കൊണ്ട് സർവപ്രണാശവും വിപദോ അപവാദോ ഹേതുപ്രദേശോ മരണസ്യദാസക മഠാധികം ഭീഷ്മ ഗതാച്ച വിഘ്നാഹ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രീലകം ശ്രീകോവിൽ നമ്മൾ തടിയൊക്കെ മാറ്റി റെഡിയാക്കി നമ്മളിപ്പോൾ ചെമ്പ് നേരത്തെ ചെമ്പൊക്കെ മാറ്റി ചെമ്പ് ഇതാക്കുക. ഈ ക്ഷേത്രപ്രദേശം അഖിലം എന്ന് പറയുമ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഉള്ള മനസ്സിലായില്ല നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നമ്മൾ നിർമ്മാണം നടത്താമെന്ന് വാക്ക് നേരത്തെ എങ്ങാനും വാക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അല്ലെങ്കിൽ അട്ടമഭാവമാകുമ്പോൾ ശുക്രൻ തന്നെ ഗണപതി ആണെങ്കിലും എടുക്കാം. അത് എന്തെങ്കിലും ഒരു പോരായിക വന്നിട്ടുണ്ടോ അത് പറഞ്ഞിട്ട് നമ്മൾ നടത്താതെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഒരു വിഷയം ചോദിക്കുക. കാരണം അത് ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണം എന്നാ. ഇല്ല, ദേവസ്വം ബോർഡിൻ്റെ ഒരു കോൺട്രാക്ട് വർക്കിൽ വരുമ്പോഴേ അത് അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. ഇത് അങ്ങനെ ഒരു നേരത്തെ കഴിഞ്ഞ ദേവപ്രശ്നങ്ങളിലോ അങ്ങനെയൊന്നും കഴിഞ്ഞ ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ സങ്കല്പം ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദേവപ്രശ്നത്തിലോ ഉള്ള കാര്യം നമുക്കറിയില്ല. അല്ല, അതാ പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും അതായത് മഠാധികം എന്ന് പറയുമ്പം അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ മനസ്സിലായില്ലേ ഉപക്ഷേത്രങ്ങളോ ഉപാലയങ്ങളോ വേറെ എന്തെങ്കിലും നവീകരിക്കാമെന്നുള്ള ഒരിതോ ശിലഭാഗം പറഞ്ഞു. അല്ല, ശിലഭാഗുന്ന അല്ല, റോഡിലാണോ ശിലഭാഗുന്നത്? അല്ലല്ല, റോഡിലാണോ ശിലഭാഗുന്നത്? അങ്ങ് റോഡിലാണോ ശിലഭാഗുന്നത്? ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിന്റെ കോൺട്രാക്ട് വർക്ക് അല്ല, ആയിക്കോട്ടെ, റോഡിലാണോ ശിലഭാഗുന്നത്? ഇത് ദേവനും ശിലഭാഗുന്നതോ ഇതിനകത്ത് എന്ത് നവീകരണ പ്രവർത്തനമാണെങ്കിലും തറയിൽ ശിലഭാഗുന്നതാണെങ്കിലും ഒരു ഓട് മാറ്റിയിടുന്നതാണെങ്കിൽ തന്നെ ദേവന്റെ സമ്മതി ഇല്ലാതെ പറ്റുമോ? അതുണ്ടാവണം. ഉണ്ടായോ? അതാണ് പറഞ്ഞത്. അദ്ദേഹം അട്ടമാധിപത്യവും വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇതെല്ലാം സൂചിപ്പിക്കും. അത് പറയുമ്പോൾ ഓരോ വീടുകൾ നമ്മൾ പറയും, മനസ്സിലായില്ലേ? അത് മാത്രം എടുക്കണ്ട ക്ഷേത്രം. അതുകൊണ്ടാണ് ക്ഷേത്രപ്രദേശം അഖിലം എന്ന് പറഞ്ഞത്. ഭഗവാന്റെ കാര്യം ചിന്തിക്കുന്നത് അത് ദേവസ്വം ബോർഡ് ചെയ്യുന്ന കമ്മിറ്റി ചെയ്യുന്നോ അല്ലെങ്കിൽ വേറെ ആരും ചെയ്യുന്നോ അതല്ല, ഭഗവാനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ ചിലപ്പോൾ ദേവസ്വം ബോർഡ് ആയിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മിറ്റി ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയല്ല, ഭഗവാനെ സംബന്ധിച്ച് ഒരു ഉപാലയത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭഗവാനെ മറ്റെവിടെയെങ്കിലും നമ്മൾ നേരത്തെ തന്നെ ഇത് ചെയ്യാമെന്ന് സങ്കല്പിച്ചിട്ട് ചെയ്യാത്ത വിഷയം ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്. തടപ്പള്ളിയുടെ വിഷയം ഞാൻ ചോദിച്ചത് ആദ്യം ചോദിച്ചാൽ അതല്ലേ തടപ്പള്ളിയുടെ വിഷയം ചോദിച്ചത്. അട്ടമഭാവത്തിന് ഓരോ ഭാഗങ്ങൾക്ക് അംഗങ്ങളുണ്ട്. ആ അംഗങ്ങൾ എടുക്കുമ്പോഴാണ് തടപ്പള്ളിയുടെ ഒരു സൂചന തന്നത്. തടപ്പള്ളിയുടെ റെസിഡൻഷ്യൽ കൂടെ പറഞ്ഞത് അതാ തടപ്പള്ളിയുടെ വിഷയത്തിനകത്ത് അത് കാരണം അഷ്ടമഭാവത്തിനകത്ത് ആദ്യമേ തടപ്പള്ളിയെ ചോദിച്ചത്. തടപ്പള്ളിയുടെ വിഷയത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആരൂഢം രവി ചന്ദ്രൻ ഉത്തരമതും ഭൗമന്റെ അടിസ്ഥാനവും ബുധനുള്ളതും ജീവൻ ഉള്ളകമതും ശുക്രന്റെ ശയ്യാഗ്രഹം മന്ദനാകിൽ അടിക്കളയ്ക്ക് ഉചിതം. അപ്പോൾ അവിടെ ശനി ഉദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. ആ ശുക്രനാണ് ഉച്ചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ തടപ്പള്ളിയുടെ വിഷയത്തിനകത്ത് നമ്മൾ മുമ്പ് ഇത് തടപ്പള്ളിയുടെ ഒരു നവീകരണമോ അല്ലെങ്കിൽ തടപ്പള്ളിക്ക് അതൊരു മാറ്റം വരുത്താൻ സങ്കല്പിച്ചിട്ട് നമ്മൾ ചെയ്യാത്ത വിഷയമുണ്ട്. അതുപോലെ ജീർണതയുണ്ടെന്ന് തോന്നുന്നു. ജീർണതയുണ്ടോ? പള്ളിക്ക് ജീർണതയുണ്ടോ? ജീർണം സംസ്കൃതം അർക്കജയെന്ന ശനിയാണെങ്കിൽ ജീർണതയുണ്ടോ എന്ന് പറയണം എന്നാണ്. ജീർണത ഉണ്ടെങ്കിലല്ലേ നമ്മൾ മാറ്റും. രോഗം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചികിത്സിച്ച് ചൂട് കാരണം ഇരിക്കാനോ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടിന്റെ അല്ല, അവിടെ ആ ശനിക്ക് ജീർണതയാണ്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജീർണത ഭാവിച്ചിട്ട് ഇത് തടപ്പള്ളി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നെയ്ദ്യം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആയാലും ആഹാരം ഉള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ടും ശുദ്ധമായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ശുദ്ധതയും വൃത്തിയായിട്ട് അത്ര ഇല്ലെന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ടാവും ശരിയായിരിക്കും. അപ്പോൾ അത് ഗണപതിയെ പ്രദാനം ചെയ്തുകൊണ്ടാണല്ലോ സംസാരിച്ചു തുടങ്ങിയത്. ആ ഭാഗത്തിന് എന്തെങ്കിലും ഗണപതിയുടെ പ്രത്യേകമായിട്ടിരിക്കുന്ന ആദ്യമേ തടപ്പള്ളി തന്നെ ചോദിച്ചു. ആ തുടങ്ങിയപ്പോൾ തടപ്പള്ളി തന്നെ ചോദിച്ച് തടപ്പള്ളിക്ക് എന്തെങ്കിലും കേടുപാടുണ്ടോ, തടപ്പള്ളിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളത് ചോദിച്ചതിന് ശേഷമാണ് രണ്ടാമത് ഗണപതിയുടെ ഭാഗം ചോദിച്ചത്. അപ്പോൾ തടപ്പള്ളിക്ക് ഇതിനകത്ത് അഷ്ടമഭാവവും ആ ശനിയും വരുന്നതുകൊണ്ട് നമുക്ക് നല്ല ഉറപ്പുണ്ട് തടപ്പള്ളിക്കകത്ത് ആ ജീർണത ബാധിച്ചിട്ടുണ്ട്. അതിനകത്ത് നവീകരണം വേണം. അതെ, അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് ചെയ്യണം. കാരണം അതിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞങ്ങൾ ഇത് കാണുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുനാഥൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാൻ തോന്നിക്കണം. അപ്പോൾ ഇത് ഈ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുമ്പോൾ അത് ഈ സമയത്ത് ഇന്നത് പറയണമെന്ന് നമ്മുടെ മനസ്സിൽ ഞാൻ വിശ്വാസം അങ്ങനെ ഇന്ന കാര്യം പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഷ്ടമഭാവം വരികയും അതിൽ ഇത് വരികയും ഇപ്പോൾ എൻ്റെ ആഹാരത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ എൻ്റെ നേതൃ സ്ഥലം എന്ന് പറയുന്നത് അത് വൃത്തിയാക്കണം. അത് വൃത്തിയാക്കിയിട്ട് കാരണം അത് ശുദ്ധം ബാക്കി നമ്മൾ ഈ പുറത്തുള്ള ബാഹ്യമായിട്ടുള്ള കല്ലുപാകുന്നതൊക്കെ പിന്നുള്ള കാര്യങ്ങൾ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചെയ്താൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനമുള്ളതെന്ന് പറയുന്നത് ഈ നേദ്യം ഇത് തന്നെയാണ്. അപ്പോൾ ആ നേദ്യത്തിൻ്റെ അവിടെ ഈ കല്ല് മാറി കിടക്കുമ്പം അവിടെ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് വെള്ളം വീണും ഇത് തുഴിവൊക്കെ വരും. അല്ല അശുദ്ധി സ്ഥാനാധിപതി ആരൂഢത്തിൽ ആദ്യത്തെ നിൽക്കുന്നത് അത് മനസ്സിലായില്ല ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. നമ്മളപ്പോൾ ഇത് നവീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി എന്ത് ചെയ്യുന്നതിന് മുമ്പേ അത് നമുക്ക് ഒരു യുദ്ധാടിസ്ഥാനത്തിൽ അത് നവീകരിക്കണം. കടപ്പള്ളി ഒരു രാശിയെ ചിന്തിക്കണമല്ലോ. സാന്നിധ്യം ക്ഷേത്രം ബിംബം പ്രീണി അല്ലല്ലോ. സാന്നിധ്യ വിഷയവും ചിന്തിക്കേണ്ടുന്നത് ആരുണം കൊണ്ട് തന്നെയാണ്. ക്ഷേത്രം ചിന്തിക്കേണ്ടുന്നതും ആരുണം കൊണ്ട് തന്നെയാണ്. ബിംബം ചിന്തിക്കേണ്ടുന്നതും ആരുണം കൊണ്ട്. പക്ഷേ സാന്നിധ്യം ക്ഷേത്രം ബിംബം ത്രീണി വിലിജ്ഞാന ചിന്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം വിഷയം ബിംബ വിഷയം അല്ലെങ്കിൽ സാന്നിധ്യ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ അജ്ഞ വാങ്ങിച്ച് അദ്ദേഹം അജ്ഞ കലശം നടത്തിയാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശുദ്ധി സ്ഥാനാധിപത്യം വഹിച്ച ആദിത്യനാണ് അവിടെ ആരുടത്തിൽ നിൽക്കുകയാണെങ്കിലും അതിൻ്റേതായ പോരായ്മകളുണ്ടാകും. ബാക്കിയെല്ലാം പിന്നെ ശുദ്ധിയെല്ലാം പിന്നെയാണല്ലോ വരുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ അറിയത്തില്ലെങ്കിലും ഈ ആദിത്യൻ അർക്കശംഭുരുദാഹൃത അകല ഗ്രഹേശ്വർക്ക് അസംശയത്തിൽ ആദിത്യൻ തന്നെയാണ് ഒഴിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യനാണ് ലഗ്നത്തിൽ ഉദിച്ചിരിക്കുന്നത്. നമ്മളിത് അകത്ത് തന്നെ ഒരു അശുദ്ധി ബാധിക്കാനായിട്ടാണ് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുണ്ട്. അകത്ത് 6ാം ഭാവാധിപനായിട്ട് അശുദ്ധി ശത്രവ ചോര ചിന്തനീയ ശത്രുണം. അപ്പോൾ അത് അശുദ്ധിയായിട്ട് തന്നെ നമുക്ക് പിന്നെ അകത്ത് ബാധിക്കാനുള്ള സാഹചര്യങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശ്രീകോലനാഥിൻ്റെ എന്താ പറയാൻ കാരണം അതായത് കണ്ടോ വരച്ചു വെച്ചിരിക്കുന്ന സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. നിട്ടിരിക്കുന്നുണ്ടോ ഗുളികൻ രേതസ്പർശം സമസ്പർശം മൂത്രം മൂത്രപരീക്ഷയോ. ക്ഷേത്രോചിതമല്ലാത്ത ആരാധനാക്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനക്രമമല്ല. രേതസ്പർശം ശവസ്പർശം മൂത്രം മൂത്രപരീക്ഷയോ എന്ന് ഗുളികനെ കൊണ്ട് പറഞ്ഞാൽ കുലവാലായ്മയോട് കൂടിയൊക്കെ ഇതിനകത്ത് കയറിയ വിഷയം ഉണ്ട്. ഇത് മാത്രമാണ് ഒന്നുകൂടെ നോക്കിയട്ടെ. അല്ല ഒന്നും കൂടെ ചിന്തിച്ച് നോക്കിയട്ടെ. അതിനകത്ത് നമ്മൾ സാന്നിധ്യ വിഷയം നമ്മൾ ക്ഷേത്രം ബിംബമൊക്കെ നോക്കുമ്പോൾ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ പറയേണ്ടതാണ്. ഗുളികൻ സൂക്ഷ്മതലത്തിലാണ്. സ്ഥൂലമായിട്ട് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു കാണത്തില്ല, കൊലവാലായ്മ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കാണത്തില്ല. അത് ചിലപ്പോൾ മറച്ചു വെച്ച് കാണും. ഏത് രീതിയിലുള്ള മാത്രമല്ല നമുക്കൊരു അശുദ്ധിയായിട്ടൊക്കെ ഒരു അകത്തോട്ട് ആൾക്കാർ കയറാനൊക്കെയുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. അതിന് കാരണം അല്ലെങ്കിൽ 6ാം ഭാവാധിപന് ആ ലഗ്നത്തിൽ വരുത്തിക്കും. പിന്നെ 5ാം ഭാവത്തിൽ അപ്പം സാന്നിധ്യമഭി ബിംബഞ്ച പഞ്ചമേനോ അത് ചിന്തിയതാണ്. 5ാം ഭാവത്തിൽ ബിംബസ്ഥാനത്തുമാണ് ഗുളികൻ നിൽക്കുന്നത്. അപ്പോൾ ഗുളികൻ നിൽക്കുമ്പോഴത്തേക്കും അകത്ത് നമുക്ക് ആ ബുധനാകുമ്പോഴത്തേക്കും പിന്നെ ശുക്രനാകുമ്പോൾ പല അശുദ്ധികളും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ അത് പരിഹാരം തേടേണ്ടതല്ല. 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, എല്ലാം നമ്മൾ അകത്തോട്ട് കുറച്ച് അശുദ്ധി ബാധിക്കുന്നത്. ഇത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ അടച്ചിട്ട് പോയിട്ടില്ലേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങത്തുള്ളൂ. പിന്നെ വൈകിട്ട് ഇവരിറങ്ങുമ്പോഴാണ്, നേരത്തെ ഇറങ്ങുകയോ അല്ലയോ പിന്നെ തുറന്ന് ഇപ്പം നിത്യവും ശുദ്ധിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയൊക്കെ പഞ്ചപുരം ഉണ്ടോ അതോ ഒന്നുമില്ലല്ലോ? പഞ്ചരം വെച്ചിട്ടുണ്ട് ദേവിക്ക് പടിഞ്ഞാറ് പാർവതി ദേവിക്ക്. ബാക്കി ഇല്ല, ബാക്കി അതിൻ്റെ ആവശ്യമില്ല. കാരണം ചക്രത്തട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതിനകത്തിറങ്ങി പണിയൊന്നുമില്ലല്ലോ. ദൗദൗ ഗൗണഗത ദിമൂർത്തയെ 6ാം ഭാവാധിപതിയും ആദിത്യനുമായിട്ട് ഉള്ള ഗ്രഹം ഉഭയരാശി തന്നെ നിൽക്കുമ്പോൾ 6ാം ഭാവാധിപത്യം വഹിച്ചിട്ട് നിൽക്കുമ്പോൾ ഇതിൽ അഷ്ടബന്ധമൊക്കെ എത്ര നാളാവും? അഷ്ടബന്ധമൊക്കെ കിട്ടെ 25 വർഷത്തിൽ നവീകരണത്തിന് ശേഷം നടന്നിട്ടില്ല. പൊട്ടലുണ്ടോ? വളരെ നമ്മൾ അഷ്ടബന്ധത്തിൻ്റെ ഒരു ക്രിയ വേണം. അപ്പോൾ ഇത് ദേവനിൽ കാരണം ഇതിലെ ഒരു വിഷയമുണ്ട് സാറേ. ഒരു വിഷയം പറയാം. ഒരു വിഷയമുണ്ട്. അതായത് ഇപ്പോൾ ശ്രീകോവില് ബിംബം പ്രാസാദോ
അർച്ച എന്നാ പറഞ്ഞിരിക്കുന്നത് ആചാര്യം അല്ലയോ? പ്രാസാദോ അർച്ച വിശേഷിത് ഇകവപുഷി സ്ഥൂല സൂക്ഷ്മ ഏതോ അതേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അത്ര ആധാര ആധേയ ഭാവാണ്. ഇപ്പോൾ ശ്രീകോ അതിലെന്തെങ്കിലും ശ്രീകോവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിപ്പോൾ നവീകരണ പ്രവർത്തനം നടത്തി അതിന് വന്നാൽ അത് ദേവനെയും ബാധിക്കും, ദേവനെന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അതിനെ ബാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും സ്ഥൂലവും സൂക്ഷ്മവുമാണ്. ഇത് ആധാര ആധേയ ഭാവങ്ങളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ മറ്റേത് നവീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ശരിയാക്കി വെച്ചിട്ട് ദേവൻ്റെ സ്ഥിതി 6-ാം ഭാവാധിപത്യം വഹിച്ച് ആരോടത്തിൽ നിൽക്കുമ്പോൾ അത് സുസ്ഥിതിയാക്കി മാറ്റണ്ടേ? അത് മാത്രം ചെയ്താൽ മതിയോ? അപ്പോൾ അതോടൊപ്പം എന്നെ കൂടെ റെഡിയാക്കി എടുക്കണം എന്നുള്ള ഒരു സൂചനയും കൂടെ. അഷ്ടബന്ധ വിജീർണ അർച്ചയിൽ ബുധ. അപ്പോൾ അഷ്ടബന്ധ വിജീർണ സംഭവിച്ചാൽ ഉഭയരാശി വന്നിട്ട് 6-ാം ഭാവാധിപത്യം വന്ന് ഉഭയരാശി നിന്ന് കഴിഞ്ഞാൽ അത് മധ്യാവസ്ഥ എന്നാണ്. ചരരാശി വന്നാൽ പോയി എന്നാ. അപ്പോൾ വാർത്ത കെട്ടിയതായതുകൊണ്ട് നമുക്ക് ആ ക്രിയകൾ മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. അല്ല, അഷ്ടബന്ധം ജീർണിക്കുവാണെങ്കിൽ നമുക്കത് ഭഗവാനെ എത്രയും പെട്ടെന്ന് അഷ്ടബന്ധം അതിനെ പരിഹരിച്ചിട്ട് അതിൻ്റെ ക്രിയകളും ബാക്കിയുള്ള ആ ജീർണത മാറ്റണം. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അഭിഷേക ജലമെല്ലാം അകത്ത് ഒഴിവെക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ദേവനെ അർച്ചിക്കാനേ പാടില്ലെന്ന്. അത് ഇനി ഞാൻ അർക്കുന്നത് അർച്ചിക്കാൻ പാടില്ലെന്നുള്ളതല്ല, ശ്ലോകം അങ്ങനെ പറയുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ആരൂഢത്തിനകത്ത് ഈ ഉദിച്ചു നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഉച്ചത്തിൽ നിൽക്കുന്നതാണ് ശുക്രനാണ്. ആദ്യത്തിനെന്ന് പറഞ്ഞാൽ 6-ാം ഭാവാധിപത്യം വഹിച്ച് ആരൂഢത്തിൽ നിൽക്കുക ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാന ദേവനെന്ന് പറയുന്നത് മഹാദേവന, സംശയം ഭഗവാനെ ആ പ്രധാന ഇന്ന് ആകെ ഉച്ചരാശി നിൽക്കുന്ന ഒരൊറ്റ ഗ്രഹം ശുക്രനെ ഉള്ളൂ. അദ്ദേഹം അച്ഛനെയൊക്കെ താത്ത അടിച്ച് വെച്ചിരിക്കും അവിടെ. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിഗണിക്കും. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനാണ് പ്രധാനം, അത് യാതൊരു സംശയമില്ല. മഹാദേവനാണ് ഇവിടെ പ്രധാന ദേവൻ. പക്ഷേ ആ ഒരു ദേവനെയോ ആ ഒരു ഇതോ ഭഗവാന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല. ഇത് എല്ലാ ദേവപ്രശ്നം പറയാനുള്ളതാണ്. മഹാദേവനെ അവഗണിച്ചുകൊണ്ടാണ് പോകുന്നത്. അതെ, അതുകൊണ്ടാണ് ഇന്ന് അധോമുഖത്താക്കിയത്. ബം അഖിലേഹീയതയെ തെജേതാപി സുഹൃത്തിനെ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാ. സുഹൃജനങ്ങളും മനസ്സിലായില്ലയോ? സകലവരും ഭക്തജനങ്ങളും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഭഗവാന്റെ വിഷയത്തിൽ നമ്മളിപ്പം അത് ഭഗവാന് പ്രാധാന്യം, ഭഗവാന്റേതാണ് ശ്രീകോവിൽ, ഭഗവാന്റേതാണ് ക്ഷേത്രം, അതിനൊന്നും യാതൊരു സംശയവും. പിന്നെ ഗണപതി ഭഗവാനും അതേപോലെ നമ്മൾ പ്രശസ്തിയായി. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാന ദേവനെ പരിഗണിക്കണം. അതല്ലെങ്കിൽ പ്രധാന ദേവനെ ആ ദേവൻ്റെ സ്ഥാനമാനം കൊടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാണ്ഡപ്രകാരേഷു ആദ്യത്തിന് ശനി ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീണ്ടും വിധമുള്ള പരിഗണന മഹാദേവനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അഷ്ടബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ അഷ്ടബന്ധത്തിൻ്റെ ആ ജീർണത പരിഹരിക്കുക, ആ ക്രിയകളെന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പോൾ അത് 12 വർഷത്തിൽ ഒരിക്കൽ ഈ അഷ്ടബന്ധം നമ്മൾ കേടായില്ലെങ്കിലും 12 വർഷത്തിൽ ഒരിക്കൽ അഷ്ടബന്ധ കലശം നടത്തണം നിർബന്ധമായിട്ട്. അപ്പോൾ അതിന് ആ 12 വർഷത്തിന് മുന്നേ ചെയ്യണമെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ നടന്നിട്ട് കുറച്ച് കാലങ്ങളായി എന്നാണ് പറയുന്നത്. 98 നടന്നേ നവീകരണ നമ്മൾ ഇത്രയും വലിയ മഹാക്ഷേത്രത്തിൽ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇവിടെ ആദ്യമേ ചെയ്യേണ്ട ഇപ്പം നമ്മൾ പുറത്ത് ഉള്ള ഇതിനേക്കാൾ കൂടുതൽ അകത്ത് ചെയ്താലേ ഈ പറയുന്ന ആ ചൈതന്യം വെളിയിലോട്ട് സ്ഫുരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഈ വരുന്ന ആൾക്കാർക്കും അനുഗ്രഹവും ഐശ്വര്യം വേണമെങ്കിലും ഭഗവാനെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അഷ്ടബന്ധവും അഷ്ടബന്ധ ക്രിയ എന്ന് പറയുന്നത് പ്രധാനം. അപ്പോൾ അത് 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു അമ്പലങ്ങളിൽ 12 വർഷമാണ് അഷ്ടബന്ധം നടക്കും. അപ്പോൾ ഇത്രയും വലിയ കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇവിടെ 25 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ശരിയല്ല. നമ്മൾ അത് ശരിയാക്കാതെ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിന് പോകുന്നത് ഒരിക്കലും ഇതല്ല. നമ്മൾ ഉത്സവത്തിനൊക്കെ ചിലവാക്കുന്നതിന് 10 മതി നമുക്ക് അഷ്ടബന്ധത്തിന് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണം. അതേപോലെ തന്നെ ഈ മഹാദേവനാണ് പ്രധാനം. മഹാദേവനെ ആണ് നമുക്കിവിടെ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും പൂജ ഉൾപ്പെടെ എല്ലാം മഹാദേവനാണ്. അപ്പോൾ മഹാദേവൻ ആ പ്രാധാന്യം കൊടുത്തിട്ട് വേണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. മനസ്സിലായി? അപ്പോൾ അതിനകത്ത് ഈ അഷ്ടബന്ധ കലശം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ ഭഗവാന്റെ നേദ്യം തയ്യാറാക്കുന്ന സ്ഥലവും അതിനകത്തും വൈഷമ്യങ്ങളുണ്ട്. അപ്പോൾ അതും നമ്മൾ ശരിയാക്കിയിട്ട് വേണം ബാക്കിയുള്ളത്. കാരണം അവിടെ ജീർണതയുണ്ട്. അപ്പോൾ അവിടെ തയ്യാറാക്കുന്ന നൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം മോശമായിട്ടുള്ള അടുക്കള തയ്യാറാക്കുന്ന നൈദ്യം നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനകത്ത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ ദേവൻ്റെ വിഷയത്തിലുള്ളൂ. ദേവനെ ആ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ നൈദ്യം തയ്യാറാക്കുന്നതല്ല, എൻ്റെ ആഹാരം തയ്യാറാക്കുന്ന സ്ഥലം മതിയായിട്ടുള്ള ശുദ്ധിയില്ല. അപ്പോൾ ആദ്യമേ അതൊക്കെ ശരിയാക്കേണ്ടത്. അടിസ്ഥാന കാരണങ്ങൾ ആദ്യമേ ശരിയാക്കണം. എങ്കിലേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നിമിത്തം വന്ന് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അല്ല, ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആരുണാധിപതിയായ ഗുരു മീനൻ രാശിക്ക് ആധിപത്യം എടുത്ത് ധനകാരകത്വമൊക്കെ വെച്ച് 3-ാം ഭാവത്തിൽ ഇപ്പോൾ ദുസ്തേ ലഗ്നപദവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലഗ്നാധിപതി ദുസ്തനായാൽ നിരോധനമുപൈത്യ അജ്ഞാതവാസംഭയം വ്യാധീനാമാദീനി ഇതരക്രിയാഭിഗമനം സ്ഥാനച്യുതിച്ച് ആപതം എന്നൊക്കെയാണ്.
അത് സ്റ്റേ വാങ്ങിച്ച കണക്കായി, ഇനി സ്റ്റേ കണക്കായി പോകുന്ന ഒരു സ്റ്റേ വാങ്ങിച്ച കണക്കിൽ നിരോധനം എന്നല്ലയോ പറഞ്ഞിരിക്കുന്നത്. ഇനിയും അതങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചന അതിന്. അജ്ഞാതവാസം എന്നാണ്, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടി വരുന്ന ഒരു ഭയം ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടായിട്ടുണ്ടെന്ന, ഇനി ഭയം ഉണ്ടാവുന്ന യാതീനാമാതീനത, മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്. ഇതരക്രിയാഭിഗമനം, ചിലർ വിചാരിക്കും ആവശ്യമില്ലാത്ത കാര്യത്തിൽ വന്ന് ചാടിയല്ലോ. സ്ഥാനച്യുതി ജാപതെന്നാണ്, ജോലി ഇത് സ്ഥാനച്യുതി സംഭവിക്കുന്നത്. അതിൽ ഉള്ളവർക്കാണെങ്കിൽ അതിൽ പറ്റും ആപത്തുകൾ വന്നുകൂടുന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് 3-ാം ഭാവത്തിൽ പോയത് കൊണ്ട് അങ്ങനെ ഒരു പ്രകരണം ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. വനദീപികയിൽ മന്ത്രേശ്വരൻ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എന്താ വേണ്ടതൊക്കെ പക്ഷേ ആദ്യമേ ഞാനൊരു വാക്ക് പറഞ്ഞു, രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ സൗമ്യാനാമുദയച്ച, എന്തെല്ലാം വിഷയങ്ങളുണ്ട്. വ്യാഴഗ്രഹം അനിഷ്ടസ്ഥിതി പോയെങ്കിൽ തന്നെയും ആചാര്യൻ ആദ്യം സൗമ്യൻ്റെ ഉദയം പറഞ്ഞതുകൊണ്ട് ആ ശുക്രസ്യ ഗണനായകമെന്ന ഭഗവാൻ ഗണപതിയുടെ കാരകത്തുള്ള ശുക്രൻ ആരൂഢത്തിൽ ഉദിച്ചു, സൗമ്യനായിട്ടുള്ള ബുധൻ ഉദിച്ചു, അക്ക ശംഭുഹു കാരകത്തുള്ള ആദിത്യന് ഉദിച്ചു, രാഹുവിന് സർപ്പഗണ സ്മൃത എന്ന് പറഞ്ഞിട്ടുണ്ട്. ശനി ശാസ്താവുണ്ടെങ്കിൽ ശാസ്താവിൻ്റെ കാരകത്തുള്ള ശനിയൊക്കെ ഉദിച്ചത് കൊണ്ട് ആരൂഢത്തിൽ എല്ലാം ഇഷ്ടസ്ഥിതിയിലാണ് കിട്ടുന്നത്. പക്ഷേ ഇത് 3-ാം ഭാവം എന്ന് പറയുമ്പോൾ നിത്യുപജയം അന്യതി കർമ്മലാഭവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലയോ? ഉപജയസ്ഥാനത്താണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ഉപജയസ്ഥാനത്തിന് വേറൊരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്, അഭിവൃദ്ധിയെ പ്രാപിക്കുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ. 3, 6, 10, 11 ഭാവങ്ങൾ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ഇതെന്തുകൊണ്ടൊക്കെയാണ്, വിഷയങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് കാരണം അതിൽ പ്രധാനമായിട്ടുള്ളതാണ് അകത്തെ അഷ്ടബന്ധം 1, 2 ഈ തടപ്പള്ളിയുടെ വിഷയം. ഇതും കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ അതൊക്കെ ആയിട്ട് ഇതാവാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി കൊടുക്കണം. അഷ്ടബന്ധ ക്രിയ വേണ്ടതല്ല. 25 വർഷം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഒരു നവീകരണം, ശരിക്കും പറഞ്ഞാൽ 2 നവീകരണം കഴിയേണ്ട 2 കാലഘട്ടം കഴിഞ്ഞു. ഈ എന്ന് കഴിഞ്ഞാൽ അഷ്ടബന്ധ കലശം കഴിഞ്ഞ് 12 വർഷമാണ് അഷ്ടബന്ധം. വീണ്ടും അടുത്തത് 24 വർഷം. 24 വർഷം ആകുമ്പോഴത്തേക്കും 2ാമത്തെ കഴിയേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് ഇതേവരെ നമ്മൾ അഷ്ടബന്ധം നടത്തിയിട്ടില്ല. പിന്നെ അത് ഏറ്റവും പ്രധാനം വേണ്ടത് അതാണ്. അപ്പം അത് ചെയ്യാൻ നമ്മൾ ബാക്കി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദേവനെ സമ്മതിക്കത്തില്ല. ഇപ്പം നമുക്കിപ്പം എന്തായാലും ദേവനിൽ ഒരു ഒന്നെങ്കിൽ നമ്മൾ ഇതിനോട് മുമ്പ് തന്നെ ഈ ക്രിയകൾ നടത്തുക. അപ്പം അതിന് നമുക്ക് ഏതെങ്കിലും രീതിയിൽ അസൗകര്യം ഉണ്ടെങ്കിൽ ദേവനിൽ നമ്മൾ പ്രതിജ്ഞയെങ്കിലും ചെയ്യും. ഇവിടെ ഇത്ര ദിവസത്തിനുള്ളിൽ അഷ്ടബന്ധമായിട്ട് ചെയ്തോളാം. ഈ തടപ്പള്ളിയുടെ വിഷയം ഇപ്പം ഇതിനോടൊപ്പം തന്നെ തടപ്പള്ളി നവീകരിക്കുക, അഷ്ടബന്ധ കലശത്തിൻ്റെതും ഒരു തീരുമാനം ഉണ്ടാക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. അതിലൊരു സാറ് തന്നെ ആ വെച്ചെടുത്ത് വെച്ചാൽ അങ്ങനെയാണ്. അല്ല, അതിന് 22-ാം തീയതി ഉത്സവമാണ്. അതിന് മുമ്പ് ഇത് നടക്കുന്ന കാര്യത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ട് മതി. അതിന് താൽക്കാലികമായിട്ട് പ്രായശ്ചിത്തം വേറെ ഉണ്ട്. വേറെ ഉണ്ട്. നമ്മൾ പറയുക നമ്മൾ ഇത്ര അല്ല അങ്ങനെ അല്ല അങ്ങനെ ഒരു സംശയം ഇതിന് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വിശാലമായി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നില്ലേ? അല്ല, അഷ്ടബന്ധത്തിന്റെ വിഷയത്തിനകത്ത് ഇനിയിപ്പോൾ നമ്മൾ അത് കേടാണെങ്കിൽ നമ്മൾ ഇനി കൂടുതൽ ചിന്തയൊന്നുമില്ല. അഷ്ടബന്ധം എത്രയും പെട്ടെന്ന് അഷ്ടബന്ധം മാത്രമായിട്ടല്ല, ക്ഷേത്രത്തിന്റെ നവീകരണം 27 വർഷത്തോളമായി. നവീകരണത്തിൻ്റെ എല്ലാ 12 വർഷം കൂടി നവീകരണം എന്നുള്ള രീതിയിലാണല്ലോ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്. നവീകരണം നടക്കേണ്ട സമയം കഴിഞ്ഞു. അത് ആ ഒരു നവീകരണത്തെ ഉൾപ്പെടെ ചിന്തിച്ചുകൊണ്ട് അതിനൊരു സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ ഒക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കിയിട്ട്. അഷ്ടബന്ധത്തിന് ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഹൂർത്തം നോക്കിയിട്ട് വേണം ചെയ്യാനാണ്. 2 കാര്യങ്ങൾ, രണ്ടും കൂടെ ഒരുമിച്ച് വേണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 40 ദിവസം നമ്മൾ പിന്നെ ഉത്സവത്തിന് മുമ്പ് അവർ പ്രാധാന്യ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കടപ്പള്ളിയുടെ നമുക്ക് ഇതിന് മുമ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയ സമയം വേണ്ടിവരുത്തില്ല. അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യും. മറ്റേ നമ്മൾ ദിവസം നിശ്ചയിച്ചിട്ട് ഭഗവാനോട് നമ്മളൊരു വിളിച്ചൊരു പ്രാവശ്യത്തിൽ ചെയ്യും. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നിലയ്ക്ക് ഇന്നോട്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാമ്പത്തിക വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിന് അനിഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ആദ്യം അതിൻ്റെ കലഹത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് ബന്ധപ്പെട്ട ആൾക്കാർ തമ്മിൽ ഈ ഞാൻ വലുത് അല്ലെങ്കിൽ എനിക്ക് നടത്തണം എന്നുള്ള ഒരു ഭാവം നമ്മൾ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് ആ ഭാവം വിട്ടിട്ട് ഇനി ആരായാലും അമ്പലത്തിൽ വരുമ്പോൾ ആ ഭാവം വിട്ടിട്ട് ഇവിടെ നിന്ന് ദേവന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വരും. അപ്പം അങ്ങനെയുള്ളവർ മാത്രം പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളിപ്പോൾ എനിക്ക് വലുത് ഞാൻ പറഞ്ഞതനുസരിച്ചെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നാൽ നടക്കത്തില്ല. നമ്മളൊരു പൊതുജനങ്ങളെയും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വേറെ തലത്തിലുള്ളത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകീകരണം വേണം. ആ ഏകീകരണം ഇവിടെ സംഭവിക്കില്ല. ഇവിടെ എല്ലാ ലക്ഷണങ്ങളും അതിന് സാറെടുത്ത് വെച്ച് ആ വെറ്റിലേക്കകത്ത് ചുമ വന്ന് കലഹമാണ്. ഇത് നേരത്തെ ഈ വ്യാഴം ഇവിടെ കലഹം വന്നു. അപ്പം പലയിടത്തും അതേപോലെ തന്നെ വെറ്റില 2ആയിട്ട് എടുക്കും. അപ്പോൾ ഈ 2 തട്ടിൽ നിന്നിട്ട് ആ ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ പ്രബലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഈ പൂജയൊന്നും ചെയ്തെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഇത് ചെയ്തിട്ടോ ഒന്നും പരിഹാരം ഉണ്ടാകും. അതൊക്കെ വ്യക്തികളുടെ ഉള്ള വിഷയങ്ങൾ.
ഒരിക്കലും വിചാരിക്കണം അത് ഞാനിവിടെ ക്ഷേത്രത്തിൽ ഭഗവാൻ വേണ്ടി പ്രവർത്തിക്കാൻ വരുന്നതെന്നുള്ളൊരു ഭാവത്തോട് പ്രവർത്തിക്കും. അപ്പോൾ ഒരു അഭിപ്രായ സമന്വയത ഉണ്ടാവും. അതായത് അവിടെ നമുക്കൊരു അഭിപ്രായം, ഒരാളെ അഭിപ്രായം പറഞ്ഞാൽ അതിനെ പിന്നെ എതിർക്കുക, നടക്കാതിരിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾക്ക് നമുക്കൊരു പിന്നെ ശാന്തത വന്നാലേ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ അതിനൊരു വിഷയമുണ്ട്, ഈ പറഞ്ഞ പോലെ അഷ്ടബന്ധമൊക്കെ ചെയ്യുമ്പോൾ 25 വർഷമായിട്ടുള്ള ഇത് വരുമ്പോൾ ഇതേപോലുള്ള നിമിത്തങ്ങളും ഇതേപോലുള്ള വിഷയങ്ങളും പുറത്തുണ്ടായിക്കൊണ്ടിരിക്കും. ഉണ്ടാക്കിയിരിക്കും. അങ്ങനെ ഉണ്ടായാലും നമ്മളത് അന്വേഷിക്കത്തുള്ളൂ. കാരണം വെച്ചാൽ രാധാകൃഷ്ണൻ പറഞ്ഞു പോയത് സാറ് 2 സെക്ഷനായിട്ട് അത് ഒറ്റ വെച്ചില്ലയോ. അപ്പോൾ 1 എന്ന് പറയുന്നത് ആരൂഢമാണ്, 1 എന്ന് വെച്ചാൽ ആരൂഢം, 9 എന്ന് വെച്ചാൽ നമുക്ക് ഭൗതിക കർമ്മങ്ങൾ നടത്തുന്ന ഭാവമാണ് അദ്ദേഹം. 9ാം ഭാവം ഭൗതിക കർമ്മങ്ങളാണ്. ഭാഗ്യധർമ്മതയാ പുണ്യതമസ്താദ സുധാത്മജ. 4 അവസാനം സൗഖ്യം ഗുരുവോ നവമാ. 3ാം ഭാവത്തിൽ പോയി. അപ്പോൾ അതൊരു കലഹത്തിൻ്റെ വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് നമുക്കിവിടെ പല സമരാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അടുത്ത് ഇനിയിപ്പോൾ ഇതൊരു ഭാവത്തിൻ്റെ മീനൻ രാശിയാണ് ആരൂഢം വന്നത്. മീനൻ രാശി ആരൂഢം വന്നു. ഇത് 6ാം ഭാവാധികനായിട്ടുള്ള ആദിത്യം. നമുക്കിവിടെ ആരൂഢത്തിൽ ഉദിച്ച ഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് ആദിത്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് ദോഷമായിട്ട് വരുന്നതെന്ന് പറയുന്നത് അഷ്ടമാധിപനും 6ാം ഭാവാധിപനും. അപ്പം ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചം മുനിയോ ഭാവാൻ അടിസ്ഥാനം. അപ്പോൾ 6ഉം 8ഉം ഭാവാധിപന്മാരാണ് ഇതിൽ ഏറ്റവും ദോഷമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനും 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ആദിത്യനുമാണ്. ഈ അഷ്ടമഭാവം എന്ന് പറയുന്നത് ശില്പിയുടെ വിഷയം വരും. അതേപോലെ ബുധന് ആരൂഢത്തിൽ തന്നെ ബുധൻ നിൽക്കുന്നത് സൗമ്യൻ പറഞ്ഞില്ല, സൗമ്യന ഉദയകാരകത്വം അമരാചാര്യ സ്ഥിതി ചെയ്തത്. അപ്പോൾ ആ ബുധനായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപത്യം വഹിച്ചത് നീചത്തിലെത്തിക്കുന്നു. ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ശില്പി അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാർക്ക് തന്നെ എന്തെങ്കിലും ഒരു മാനസികമായിട്ട് വൈഷമ്യം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം ആരൂഢത്തിൽ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുധനാണ് ആ ആരൂഢത്തിൽ നീചത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ നീചത്തിലുള്ള ഗ്രഹത്തിനെ കൊണ്ട് വേണം നമ്മൾ കൂടുതൽ ദോഷങ്ങൾ ചിന്തിക്കാനാണ്. അപ്പോൾ ആ ബുധന് അഷ്ടമാധിപത്യം വരികയും ശുക്രൻ അഷ്ടമാധിപത്യം വന്നിട്ട് അഷ്ടമാധിപനായിട്ട് ആരൂഢത്തിൽ നിൽക്കുകയും അതേപോലെ തന്നെ ബുധൻ ഒരു ശില്പിയുടെ കാരകത്തുള്ള ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുധൻ അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ശില്പിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് തന്നെ ഒരു മാനസികമായിട്ട് വൈഷമ്യം ഉണ്ടായിട്ടുള്ള ആ ഒരു മാനസിക വൈഷമ്യം അത് ദേവനിലും ആ മാനസിക വൈഷമ്യം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ആരൂഢത്തിന് അധോമുഖത്വം ഉണ്ടാക്കിയത് ആദിത്യനാണ്, ശിവനാണ്. ആരൂഢം അധോമുഖ രാശിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദിത്യൻ നിൽക്കുന്ന രാശി, അതിൻ്റെ 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവം, കേന്ദ്ര രാശികളെല്ലാം അധോമുഖമായി മാറുന്നു. ആരൂഢം അധോമുഖമായാൽ ഭം അഖിലൈർഹീയതേ വിത്താദിപി തെജേതാഭി സുഹൃജനൈരഭി, എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയിന്നാ. അപ്പോൾ ആ അധോമുഖത്വമാക്കി അത് ആദിത്യൻ്റെ അതേ എല്ലാവരും ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. ആ അഖിലൈർ ഹീയത എന്നാണ്, വളരെ ഹീനത്വം ഉണ്ടായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ 6ാം ഭാവാധിപതിനായിട്ടുള്ള വിത്താദിപി, വിത്തെന്ന് വെച്ചാൽ ധനം എന്നാണ്. ധനമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനസ്സിലായില്ലയോ, അതൊക്കെ വിഷയമായിട്ട് തർക്കം ഉണ്ടായിന്നാണ്. 2ാം ഭാവത്തിൽ ഒരു വിഷയം വെച്ചാൽ ആ വിഷയത്തിനകത്ത് വന്നത് 6ാം ഭാവാധിപതി. അത് മാത്രമല്ല ഗുളിക ഭവനാധിപനായിട്ടുള്ള ഗ്രഹമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഒരു കാര്യം ചോദിക്കുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളെ ചൊല്ലി തന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കവും ഉണ്ടാകും. അത് ആ ഒരു ഗുളിക ഭവനാധിപനായിട്ടുള്ള ഗ്രഹം ഈ ചന്ദ്രൻ 2ാം ഭാവത്തിൽ ഈ ഭഗവാന്റെ വിഷയത്തിൽ ഈ അവാഗവീന്ത അശുഭായി സന്ധിക്കുക. അപ്പോൾ ഭഗവാന്റെ വിഷയത്തിൽ ഒരു സങ്കല്പിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമ്മൾ ചെയ്യാമെന്ന് സങ്കല്പിച്ചിട്ട് അതിലൊരു വാക്ക് വ്യത്യാസം വന്നിട്ടുള്ള വിഷയം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം ഞാൻ സങ്കല്പിക്കുക, ചെയ്തിട്ട് അത് പിന്നെ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വാക്കിൻ്റെ വിഷയങ്ങളും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ തന്നെ ഒരു അനിഷ്ട വിഷയങ്ങളും അല്ലെങ്കിൽ ഒരു ആരോപണ വിഷയങ്ങളും ഒരു അനിഷ്ടം സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. 2ാം ഭാവത്തിൽ ഗുളിക ഭവനാധിപനായിട്ട് ചന്ദ്രൻ നിൽക്കുക ചെയ്യും. അപ്പോൾ അതെല്ലാം പോലും എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ആദ്യത്തിന് 6ാം ഭാവാധിപനാണ്. അപ്പോൾ ഒരു രാശി എടുത്താലും ഷഷ്ടം ദോഷം അഷ്ടമഞ്ചം മുനയോ ഭാവാൻ അനിഷ്ടം വരും. അപ്പോൾ 6ാം ഭാവം 8ാം ഭാവം എന്നുള്ള 2 ഭാവങ്ങളാണ് ഏറ്റവും അനിഷ്ടമായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ 6ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യനും
എട്ടാം ഭാവാതിനായിട്ടുള്ള വിക്രമമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക വിഷയങ്ങളിനകത്തേക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ട് അത് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കലഹ വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ട് ഒരു നമ്മുടെ മുന്നോട്ട് പോക്കിന് നല്ലൊരു സ്തംഭനാവസ്ഥ കണക്ക് ഇവിടെ ഉണ്ടാകുന്ന വിഷയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാരും അല്ലെങ്കിൽ രണ്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകർത്താക്കളും ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് എന്നുള്ള വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. അതിനകത്തുനിന്നുള്ള ആ ഒരു സ്തംഭനാവസ്ഥ ഇവിടെ ഉണ്ടാവുകയും അതേപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശില്പി രണ്ട് കാലങ്ങൾ ഈ അഷ്ടമാതീയമായിട്ടുള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ ശില്പിയുടെ വിഷയം ബന്ധപ്പെട്ടതാണ്. ഈ ബുധനെന്ന് പറയുന്നത് നീചത്തിലാണ്. അപ്പോൾ ഒരു ശില്പിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടെ ഇവിടെ ഒരു അനിഷ്ടം ഉണ്ടാവുകയും അത് ഒരു ശില്പി മാനസിക ക്ലേശത്തോടു കൂടി ഇവിടുന്ന് പോകാനിട വന്നിട്ടുണ്ട്. ആദിത്യൻ അരുളത്തിൽ ലഗ്നത്തിൽ നിന്നാൽ തന്നെ പറഞ്ഞിരിക്കുന്ന സൂര്യസ്തബ്ധോ വികലനയനോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വൈകല്യമായിട്ടുള്ള, അതായത് നമ്മുടെ ഇത് നോട്ടക്കുറവൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നോട്ടക്കുറവ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഭവൻ അനുജ്ഞ വാങ്ങിച്ചിട്ടില്ലേ തുടങ്ങിയിരിക്കുന്നത്? അരിഞ്ഞാലിശം കഴിഞ്ഞാണല്ലോ, അത് ചെയ്യത്തില്ലല്ലോ. നമ്മൾ ഈ ഭഗവാന്റെ വിഷയത്തിനകത്ത് എന്തെങ്കിലും ഒരു ഉപാലയം പോലെ എവിടെയെങ്കിലും നമ്മളൊരു നിർമ്മാണം നേരത്തെ തന്നെ നമ്മൾ നടത്താം സങ്കല്പിച്ചിട്ട് അത് നടത്തേണ്ട ഒരു വിഷയമാണ്. നമുക്ക് സാധനം മേടിക്കാനാണ്. ക്ലോസറ്റൊന്നും വെച്ചിട്ടില്ല. അല്ല, അന്ന് പറഞ്ഞിട്ട് ഞാൻ സമാധാനം മറുപടി പറഞ്ഞിട്ടുള്ളൂ. ഞാനാ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഭൗതിക കർമ്മങ്ങൾ നടത്തുന്നത് പറഞ്ഞാൽ അട്ടമത്തെ കലശം ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഭൗതിക കർമ്മങ്ങൾ പറഞ്ഞത് 9ാം ഭാവം ഉപാസനാഭാവമാണ്. ഞാനിവിടെ രാവിലെ കഴിച്ചാൽ നടത്തുക. അന്ന് വൈകിട്ട് ഇവിടെ ദീപാരാധന സമയത്ത് ഒരു നിലവിളക്ക് വാങ്ങി നടക്കൽ നെയ്യ് ഒഴിച്ച് കൊളുത്തി വെച്ച്. ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ആരെങ്കിലും ഒരാൾ പിന്നെ നെയ്യ് ഒഴിച്ച് നടക്കൽ കൊളുത്തി വെച്ച് അറിയാതെ ഇവിടെ സംഭവിച്ച എല്ലാ അപരാധങ്ങളും പൊറുക്കണമെന്ന് ഭഗവാനോട് പ്രായശ്ചിത്തം പറയുന്നത്. പിന്നെ ഒരു വെള്ളിക്കുളം എടുത്തിട്ട് ഒരു പ്രശ്നവും ശിരസിൽ എടുത്ത് 3 പ്രദക്ഷിണ വെക്കണം ഭഗവാന് ചുറ്റും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പൂർത്തിയാവത്തില്ല. അപ്പോൾ 3 പ്രദക്ഷിണമായിട്ട് ചെയ്തിട്ട് ഈ വെള്ളിക്കുളം ഭഗവാന്റെ ഈ അകത്ത് വെച്ച് ഭഗവാൻ ശ്രീകോവിലിന് ചുറ്റും വെച്ചിട്ട് ഒരു വെള്ളിക്കുട സമർപ്പണവും ചെയ്യണം. ഈ നിലവിളക്കും അവർ സമർപ്പിക്കണം. അതിനുശേഷം ഒരു ദിവസം ഗണപതി ഹോമം, ബാധുസേവ, ഒത്തിരി ചെയ്യണം. പിന്നെ ഒരു 1008 സംഖ്യ ഈ സുഹൃത ഹോമം നടത്തി ശുദ്ധിക്കായിട്ട് ദ്രവ്യകലശം നടത്തണം. ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതൊന്ന് പ്രാർത്ഥിച്ചോണ്ട് ഓരോ ഘട്ടമായിട്ട് നോക്കാം. നമുക്ക് കൊട്ടാരക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തന ബന്ധപ്പെട്ട ദോഷവിഷയങ്ങൾക്ക് എൻ്റെ ദോഷങ്ങൾക്ക് പരിഹാരം അഡ്മിനിസ്ട്രേറ്റർ രോഹിണി നക്ഷത്ര കൃഷ്ണൻ്റെ പ്രസ്ഥാന പ്രധാനപ്പെടുത്തി പോലെ
നമുക്ക് ഈ ഇത്രയും ആദ്യഘട്ടമായിട്ട് ഈ പരിഹാരം ചെയ്താൽ ഭഗവാൻ തൃപ്തിയാണെന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ അതിൽ ആദിത്യനും വ്യാഴ ഇഷ്ടഭാവസ്ഥിതിയുണ്ട്. ആദിത്യൻ 2ാം ഭാവത്തിൽ വാക്സ്ഥാനത്ത് നിന്ന് പറയാം, തീർച്ചയായിട്ടും വാക്സ്ഥാനത്ത് നിന്നുള്ളത് പറയാം. 4ാം ഭാവത്തിൽ വ്യാഴമാണ്. അപ്പോൾ 4ാം ഭാവം എന്ന് പറയുന്നത് തന്നെ ആലയത്തിൻ്റെ പ്രാസാദ മണ്ഡപാധീനിക വേഷ്മാനി വാഹനം, അപ്പോൾ ആലയത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യഘട്ടമായിട്ട് അത് ചെയ്യാം. ഇത് ചെയ്താൽ ഉടനെ തന്നെ സാക്ഷ്യം തന്ന് ഉള്ളതവിടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ ഒരു രാശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു രാശിക്ക് ഇന്ന് ഒറ്റ ഗ്രഹം അനിഷ്ടമില്ല അല്ലേ? അത് ഈ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥിതിയിലും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം ഫസ്റ്റ് അതിന്. അപ്പോൾ അത് ആദ്യം ഭഗവാന്റെ അടുത്ത് വന്നുപോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയുക. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കടപ്പള്ളി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നവീകരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്ത നവീകരണ കലശം, ഇത് എത്രയും പെട്ടെന്ന് നവീകരണ കലശം നടത്തി ഭഗവാന് ഇത് സാന്നിധ്യ പുഷ്ടി നടത്തുക. ഈ 2 കാര്യങ്ങളും കൂടെ അടുത്ത് നോക്കുന്നത്. അപ്പോൾ കടപ്പള്ളി നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ചെയ്യുക. അത് കൂട്ടമായിട്ട് നോക്കിയാൽ മതി. അവൻ കൂട്ടമായിട്ട് നോക്കാം. അപ്പോൾ ഇതും കൂടെ ആണെങ്കിൽ ഈ പരിഹാരം ചെയ്ത് അതും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഭഗവാൻ തൃപ്തിയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതല്ല കടപ്പള്ളി നവീകരണം അത് ഭംഗിയായിട്ട് ചെയ്യും. കടപ്പള്ളിക്കകത്ത് ഇപ്പം മൊത്തം വേണമെങ്കിൽ പാറവാകുന്നതിന് വലിയ ഏരിയ ഒന്നും ഇല്ല. പാറവായി ചെയ്താലേ കോൺക്രീറ്റ് ഇട്ട് പാറവായി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നല്ലൊരു ആ പാറയുടെ ഇടയ്ക്കുള്ള ഇതെല്ലാം ഗ്യാപ്പ് മാറി പാറ ഇതാക്കുക. അപ്പോൾ അത് കേടുപാടുണ്ട് കടപ്പള്ളിക്ക്. അപ്പോൾ അത് ചെയ്ത് ഭഗവാൻ തൃപ്തനാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. പ്രാർത്ഥിച്ചു. അതേ രാശിയാണ്. അത് രാശി തന്നെ മുമ്പാ. നമുക്ക് നമ്മുടെ ഒരു അനുഭവത്തിൽ ഇത് കണ്ടാൽ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭഗവാന് ഈ വക വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള തൃപ്തിയല്ല. ഈ ഗണപതി ശുക്രസ്യ ഗണനായകോ അർക്കശംഭു ശാസ്താവ് എല്ലാ കാരകത്വമുള്ള അർപ്പങ്ങൾ വൈഷ്ണവ സാന്നിധ്യങ്ങൾ എല്ലാം 2ാം ഭാവത്തിൽ വന്നിക്കല്ലേ പാകിസ്ഥാനത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ അകത്തുള്ള കാര്യങ്ങളിൽ ഒരു ലോപം വരുത്തുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ക്ഷേത്രം ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി വളരെ കൂടുതൽ ഉയർച്ച പ്രാപിക്കത്തത്. കാരണം 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ധനത്തിനൊന്നും വിഷമിക്കുകയേ വേണ്ടെന്ന്. നമ്മളിത് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. നമുക്ക് ഈ കാര്യങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടോട് വരും. പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ നോക്കി, ഈ ശില്പിക്ക് ഒരു മാനസിക വിഷമം ഉണ്ടായെന്ന് പറയാം. അപ്പോൾ ഈ പരിഹാരത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ ഈ വിളിച്ചൊല്ലി പ്രാവശ്യത്തിനന്ന് ഈ ശില്പിയെ വിളിച്ച് വരുത്തിയിട്ട് ഒരു വസ്ത്ര ദക്ഷിണയും കൊടുത്ത് ഒരു സന്തോഷിപ്പിക്കും. അതും കൂടെ പ്രാവശ്യത്തായിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നമുക്ക് 4ാം ഭാവത്തിൽ തന്നെ വ്യാഴമുണ്ട്. ആ 4ാം ഭാവാതിനായിട്ടുള്ള ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ നിർമ്മാണ പ്രവർത്തനമാണ് നോക്കിയെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത് ഇത്രകാലം നമ്മൾ ചെയ്ത ഭഗവാൻ തൃപ്തിയാണോ നോക്കിയത്, ഭഗവാൻ തൃപ്തിയാണെന്നുള്ളത് പറയണം. ആദ്യത്തിന് വ്യാഴം ഇഷ്ടഭാവസ്ഥിതിയിലാണ്. അതിനേക്കാൾ കൂടുതൽ 4ാം ഭാവാധിപൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ ഉച്ചത്തിൽ അവിടെ ഈ വ്യാഴം നിൽക്കുന്നുണ്ട്. പരിവർത്തന യോഗം. അപ്പോൾ അതൊരു രാജയോഗം. നമ്മൾ ഇത് ചെയ്തതിന് ശേഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തടസ്സവും ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾക്ക് പരിഹാരം കാണും. പിന്നെ മേലിലും ഈ ഉത്സവ വിഷയങ്ങൾക്ക് ഈ നമ്മൾ തന്ത്രിയുടെ വാക്കുകൾക്കും കൂടെ, അല്ലെങ്കിൽ തന്ത്രിയുടെ വാക്കുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കേട്ടിട്ട് അത് തന്ത്രി പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നമ്മളും കൂടെ സഹകരിച്ച് അതിൻ്റെ കൂടെ നിൽക്കും. ഉത്സവവില്ലേക്ക് 10 മണിക്ക് തുടങ്ങുന്നതിന് യാതൊരു തെറ്റുമില്ല. ഇതിൽ പൊതുവേദി ആകുമ്പോഴത്തേക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈ വർഷം മുതൽ ആ മാറ്റം വരുത്തുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 ആന പുറത്ത് എഴുന്നള്ളി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെ. നമ്മൾ ആദ്യത്തെ സമയത്തും ഈ ശീഘ്രബലിക്ക് എല്ലാം ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒറ്റ ആനപ്പുറത്ത് എഴുന്നള്ളിയിട്ട് പിന്നെ കാഴ്ചയായിട്ട് നമുക്ക് പിന്നെ വാദ്യങ്ങളോടുകൂടി പിന്നെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധം വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അപ്രകാരം തന്നെ ചെയ്യും.
അങ്ങനെ നോക്കുമ്പോൾ കുംഭൻ രാശിയാണ്, നേരത്തെ നോക്കി കുംഭൻ രാശി. അതെ, രണ്ടാമത് വന്ന കുംഭത്തിന് കുംഭതരമെന്നാ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ കുടവ് എന്ത് നിൽക്കുക, അത് മനസ്സിലായില്ല. പക്ഷേ ആരുളാധിപതി ധനസ്ഥാനത്താണ് പോയി നിൽക്കുന്നത്. വ്യാഴക്ഷേത്രത്തിൽ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് പോയി നിൽക്കുന്നത്. അതുകണക്ക് തന്നെ ഇതിന് യോഗകാരകത്വം വഹിച്ച ശുക്രനാണ്. 4, 9 ഭാവാധിപതി. 4 പ്രശ്നം നമുക്ക് ക്ഷേത്രപ്രദേശമെങ്കിലും 9ാം ഭാവം നമ്മുടെ ഉപാസനാ വിഷയങ്ങൾ, നമ്മളെ ഈ ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം വ്യവസ്ഥ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം 9ാം ഭാവമാണ്. ആ 9ാം ഭാവാധിപത്യവും 4ാം ഭാവാധിപത്യവും ശുക്രൻ ഉച്ചസ്ഥനായിട്ട് 2ാം ഭാവത്തിൽ മഹാഗണപതിയോട് കൂടി ചെന്ന് എല്ലാ ഗ്രഹങ്ങളും വാക്സ്ഥാനത്ത് എല്ലാം അവരെല്ലാവരും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിയാൽ മതി. മാതാഭാവം ശുദ്ധമാണ്, 12ാം ഭാവം ശുദ്ധമാണ്. 9ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. അത് തിരിച്ചു കൊടുക്കാം. അതിപ്പോൾ എഴുതിട്ട് തരും. അവിടെ വെച്ച് ബുക്കാക്കി എഴുതി ക്ലിയറാക്കി തരും. പോയിന്റുകൾ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ട് വന്നേ എഴുതി. അതവിടെ അഷ്ടമ ഭാവാധിപത്യവും ഈ ശുക്രനെ വഹിച്ചതുകൊണ്ട് സാധാരണ നമ്മൾ അഷ്ടമഭാവം കൊണ്ട് സർവപ്രണാശവും വിപദോ അപവാദോ ഹേതുപ്രദേശവും മരണസ്യദാസക മഠാധികം ഭീഷ്മ ഗതാച്ച വിഘ്നാഹ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രീലകം ശ്രീകോവിൽ നമ്മൾ തടിയൊക്കെ മാറ്റി റെഡിയാക്കി നമ്മളിപ്പോൾ ചെമ്പ്, നേരത്തെ ചെമ്പൊക്കെ മാറ്റി ചെമ്പ് ഇതാക്കുക. ഈ ക്ഷേത്രപ്രദേശം അഖിലം എന്ന് പറയുമ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഉള്ള മനസ്സിലായില്ല, നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നമ്മൾ നിർമ്മാണം നടത്താമെന്ന് വാക്ക് നേരത്തെ എങ്ങാനും വാക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അല്ലെങ്കിൽ അഷ്ടമഭാവമാകുമ്പോൾ ശുക്രൻ തന്നെ ഗണപതിയെ വേണമെങ്കിലും എടുക്കാം. അത് എന്തെങ്കിലും ഒരു പോരായിക വന്നിട്ടുണ്ടോ, അത് പറഞ്ഞിട്ട് നമ്മൾ നടത്താതെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഒരു വിഷയം ചോദിക്കുക. കാരണം അത് ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണം എന്നാ. ദേവസ്വം ബോർഡിൻ്റെ ഒരു കോൺട്രാക്ട് പുലിക്കല്ലും ഉത്സവവും എല്ലാം ഉള്ളത് മഹാദേവനാണ്. അദ്ദേഹമാണ് ഇവിടെ പ്രധാന ദേവൻ എന്നുള്ളത് നമ്മൾ അസംശയം പറയാൻ പറ്റുന്നതാണ്. അത് ഭക്തജനങ്ങൾക്ക് ആ ഒരു ബോധം വേണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആചാരകാര്യങ്ങളിനകത്ത് നമ്മൾ അത് നമുക്കിപ്പോൾ ഈ പറയുന്നത് നമുക്ക് തന്ത്രവുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആചാരമായിട്ടൊന്നും ബന്ധമില്ല. നമ്മൾ പലതും കണ്ടുള്ള അനുഭവം. അപ്പോൾ അത് അറിയുന്ന ആൾക്കാർ തന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും ആ വിഷയങ്ങളിനകത്ത് നമ്മൾ ഏറ്റവും അറിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ തന്ത്രി പറയുന്ന കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ വൃദ്ധിക്കായിട്ട് എല്ലാം അനുഷ്ഠിക്കണം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിനകത്ത് ഉത്സവത്തിനകത്ത് ഭഗവാന് തൃപ്തിക്കുറവുണ്ട്. ഇങ്ങനെ പോരാ, അത് ഉത്സവം അത് ആ കൃത്യമായിട്ട് ഇത്രയും മഹാക്ഷേത്രമാകുമ്പോൾ ആ ആചാരം അനുസരിച്ച് ഭംഗിയായിട്ടുള്ള ഉത്സവം വരണം. ഇപ്പം നടക്കുന്നതിനകത്ത് നമുക്കൊരു തൃപ്തിയില്ല എന്നാണ് പറയുന്നത്. വീരണത്തിന് നിശ്ചയിച്ചിട്ടില്ല. അല്ല, അതിന് മുൻപ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഉത്സവത്തിന് ചെയ്യേണ്ടതാണെങ്കിൽ ഉത്സവത്തിന് തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും അകത്ത് പൂജാതി കർമ്മങ്ങളിലും അങ്ങേക്ക് തീരുമാനം എടുക്കാം, കൃത്യത എടുക്കാം. 3 ആന വരുന്നത് ഇവിടെ. ഈ 3 ആന ഇങ്ങനെ നിരന്നു കഴിഞ്ഞ് അതിന് മുമ്പുള്ള വിളക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ക്ഷേത്രത്തിന്റെ പകുതി കഴിയും. അല്ല, പകുതി കഴിയും. ഇവർ നിൽക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന്റെ പകുതി കഴിയും. അപ്പോഴത്തേക്ക് തന്ത്രി നടന്നു വരാൻ കുറച്ച് 2 കല്ല് തൂയി കഴിയുമ്പോൾ തന്ത്രി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആനയുടെ പറയുന്നു. അപ്പോൾ അതാ സംഭവിക്കും. ഈ ദേവനെ രാവിലെ ഒരു ആനയേ ഉള്ളൂ. അല്ല, രാവിലെ രാവിലെ മാത്രമല്ല, ആനയുടെ എണ്ണം കുറയ്ക്കാണെങ്കിൽ കുറയ്ക്കാം. എണ്ണം കൂടിയുണ്ട്, അത് കുഴപ്പം. വരുന്ന സാഹചര്യം ഞാൻ പറഞ്ഞത്. ആനയുടെ എണ്ണം കൂടിയതുകൊണ്ട് മാത്രമൊന്നും അത് 6-ാം ദിവസം വരുന്ന 3 ആന വരുന്നത്. രാവിലെ ആയാലും വൈകിട്ടായാലും ഒരാനയെ ഭഗവാൻ എഴുന്നള്ളുള്ളൂ. ഒരാന പുറത്താണ് ഭഗവാൻ ഇരിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 3 ആനയോ 5ഓ 7ഓ ഇതൊക്കെ 17 ആനയാണ് ഇദ്ദേഹത്തിന് തന്നുള്ള കുടമാണിക്യ ക്ഷേത്രത്തിൽ 17 ആനയുണ്ട്. ഈ ശ്രീഭൂതൂരി സമയത്ത് ഒരാനയുടെ ഇതാണ് ഉണ്ടാവുക. മതിൽക്കകത്ത് സ്ഥലമുള്ള കാരണം ചിലപ്പോൾ ഉള്ള അതും ഇവിടെ പ്രാർത്ഥിക്കാം. ഈ ആന കൂടി പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആന വരുന്നതിന് സമയമെടുക്കും. അപ്പോഴത്തേക്കും ഇവിടെ തന്ത്രി തൂയില്ല. അത് അങ്ങനല്ല. ഇവിടെ നിന്ന് പറഞ്ഞാൽ 6ാം ഉത്സവം വരെ ഉള്ളത് 3 ആന. അത് വൈകുന്നേരത്തേ ഉള്ളൂ പ്രധാനമായിട്ട്. പ്രധാനം എന്ന് പറഞ്ഞാൽ അത് ഈ കരപറച്ചിൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടത്. ഈ 5 വരത്തിന് ശേഷമുള്ള ആ ഒരു ചടങ്ങ് നടന്നത്. 4 വരത്തിൽ 5ാമത്തെ വരത്ത് മുതലാണ് അത് നടന്നത്. 3 ആനയും ഈ ആദ്യത്തെ പ്രദേശം ഇല്ല, അത് നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ കാര്യമല്ല. പിന്നെ ഈ സമീപഭാവിയിലാണ് അത് വന്നത്. അത് ഇപ്രാവശ്യം വേണമെങ്കിൽ ഒഴിവാക്കാം. 4 വലത്ത് കഴിഞ്ഞിട്ട് 5ാമത്തെ വലത്തോട്ട് 3 ആന എഴുന്നള്ളിക്കാൻ വേണം. 3ാം ഭാവത്തിൽ പോയി. അപ്പോൾ അതൊരു കലഹത്തിൻ്റെ വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് നമുക്കിവിടെ പല സമ്പന്നാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അടുത്ത് ഇനിയിപ്പോൾ ഇതൊരു ഭാവത്തിൻ്റെ മീനൻ രാശിയാണ് അവരുടെ വന്നത്. മീനൻ രാശി അവരുടെ വന്നു. 6ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യം. നമുക്കിവിടെ ആരുടത്തിൽ ഉദിച്ച ഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് ആദിത്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു. അപ്പോൾ ഇതിൽ
ഏറ്റവും നമുക്ക് ദോഷമായിട്ട് വരുന്നതെന്ന് പറയുന്നത് അഷ്ടമാധിപനും 6-ാം ഭാവാധിപനും. അപ്പം ഷഷ്ടം ദ്വാദശം അഷ്ടമന്തം തുടങ്ങിയ ഭാവാൻ അനുഷ്ഠാനം. അപ്പോൾ 6ഉം 8ഉം ഭാവാധിപന്മാരാണ് ഇതിൽ ഏറ്റവും ദോഷമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്ന ശുക്രന്, 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ആദിത്യനുമാണ്. ഈ അഷ്ടമ ഭാവം എന്ന് പറയുന്നത് ഈ അതായത് ഈ ആരൂഢത്തിന് അധോമുഖത്വം ഉണ്ടാക്കിയത് ആദിത്യനാണ്, ശിവനാണ്. അത് അധോമുഖരാശിയാണ് ആരൂഢം അധോമുഖ രാശിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദിത്യൻ നിൽക്കുന്ന രാശി, അതിൻ്റെ 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവം, കേന്ദ്ര രാശികളെല്ലാം അധോമുഖമായി മാറുന്നു. യദ്യാരൂഢം അധോമുഖം, ആരൂഢം അധോമുഖമായാൽ ഭം അഖിലൈർഹീയതേ വിത്താദിപി തെജേതാഭി സുഹൃജ്ജനൈരഭി, എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയിന്നാ. അപ്പോൾ ആ അധോമുഖത്വമാക്കി അത് ആദിത്യൻ്റെ അദ്ദേഹത്തിന് എല്ലാവരും ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. ആ അഖിലൈർ ഹീയത എന്നാ, വളരെ ഹീനത്വം ഉണ്ടായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ 6ാം ഭാവാധിപതിനായിട്ടുള്ള ഇപ്പം ഈ വിത്താദിപി, വിത്തം എന്ന് വെച്ചാൽ ധനം എന്നാണ്. ധനമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, മനസ്സിലായില്ലയോ? അതൊക്കെ വിഷയമായിട്ട് തർക്കം ഉണ്ടായിന്നാ. 2ാം ഭാവത്തിൽ തിരുമേനി ഒരു വിഷയം എന്ന് വെച്ചാൽ ആ വിഷയത്തിനകത്ത് വന്നത് 6ാം ഭാവാധിപതി. അത് മാത്രമല്ല, ഗുളിക ഭവനാധിപനായിട്ടുള്ള ഗ്രഹമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ കൂടെ ഇവിടെ ഒരു അനിഷ്ടം ഉണ്ടാവുകയും അത് ഒരു ശക്തി മാനസിക ക്ലേശത്തോടു കൂടി ഇവിടുന്ന് പോകാനിട വന്നിട്ടുണ്ട്. ആദിത്യൻ അരുളത്തിൽ ലഗ്നത്തിൽ നിന്നാൽ തന്നെ പറഞ്ഞിരിക്കുന്ന സൂര്യസ്തബ്ധോ വികലനയനോ അനുഷ്ഠേന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വൈകല്യമായിട്ടുള്ള, അതായത് നമ്മുടെ ഇത് നോട്ടക്കുറവൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നോട്ടക്കുറവ് നമുക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഉപാലയം പോലെ എവിടെയെങ്കിലും നമ്മളൊരു നിർമ്മാണം നേരത്തെ തന്നെ നമ്മൾ നടത്താം സങ്കല്പിച്ചിട്ട് അത് നടത്തേണ്ട ഒരു വിഷയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമുള്ളതെന്ന് പറയുന്നത് ഈ നേദ്യം ഇത് തന്നെയാണ്. അപ്പോൾ ആ നേദ്യത്തിൻ്റെ അവിടെ അശുദ്ധി ഉണ്ടാവും, അവിടെ അശുദ്ധി ഉണ്ടാവും. അവിടെ ഈ കല്ല് മാറി കിടക്കുമ്പം അവിടെ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് വെള്ളം വീണും ഇത് കുഴിവൊക്കെ വരും. അല്ല, അശുദ്ധി സ്ഥാനാധിപതി ആരൂഢത്തിൽ ആദിത്യം നിൽക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് നവീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി എന്ത് ചെയ്യുന്നതിന് മുമ്പേ അത് നമുക്ക് ഒരു യുദ്ധാല അടിസ്ഥാനത്തിൽ അത് നവീകരിക്കണം. കറുപ്പള്ളി ഒരു രാശി തന്നെ നമുക്ക് ചിന്തിക്കണമല്ലോ. സാന്നിധ്യം, ക്ഷേത്രം, ബിംബം, ശ്രീണി, വിലങ്ങിനെ ചിന്തയോ? സാന്നിധ്യ വിഷയവും ചിന്തിക്കേണ്ടുന്നത് ആരുണം കൊണ്ട് തന്നെയാണ്. ക്ഷേത്രം ചിന്തിക്കേണ്ടുന്നതും ആരുണം കൊണ്ട് തന്നെയാണ്. ബിംബം ചിന്തിക്കേണ്ടുന്നതും ആരുണം കൊണ്ട്. പക്ഷേ സാന്നിധ്യം, ക്ഷേത്രം, ബിംബം, ത്രീണി, വിലജ്ഞേന ചിന്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര വിഷയം, ബിംബ വിഷയം അല്ലെങ്കിൽ സാന്നിധ്യ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ അജ്ഞ വാങ്ങിച്ച് അദ്ദേഹം അജ്ഞ കലശം നടത്തിയാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശുദ്ധി സ്ഥാനാധിപത്യം വഹിച്ചാൽ ആദിത്യനാണ് അവിടെ ആരുടത്തിൽ നിൽക്കുകയാണെങ്കിലും അതിൻ്റേതായ പോരായ്മകളുണ്ടാകും. ബാക്കിയെല്ലാം പിന്നെ ശുദ്ധിയെല്ലാം പിന്നെയാണല്ലോ വരുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ അറിയത്തില്ലെങ്കിലും ഈ ആദിത്യൻ അർക്കശംഭുരുതാകൃത അഗ്രഗ്രഹേശ്വർക്ക് അസംശയത്തിൽ ആദിത്യൻ തന്നെയാണ് ഒഴിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യനാണ് ലഗ്നത്തിൽ ഉദിച്ചിരിക്കുന്നത്. നമ്മളിത് അകത്ത് തന്നെ ഒരു അശുദ്ധി ബാധിക്കാനായിട്ടാണ് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുണ്ട്. അകത്ത് 6ാം ഭാവാധിപനായിട്ട് അശുദ്ധി ശത്രുവ സ്റ്റോര ചിന്തനീയ ശത്രുവാണ്. അപ്പോൾ അത് അശുദ്ധിയായിട്ട് തന്നെ നമുക്ക് പിന്നെ അകത്ത് ബാധിക്കാനുള്ള സാഹചര്യങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ത്രികോണത്തിൻ്റെ എന്താ പറയാൻ കാരണം? അതായത് കണ്ടോ വരച്ചു വെച്ചിരിക്കുന്നത് സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. മാന്നിട്ടിരിക്കുന്നുണ്ടോ? ഗുളികൻ, രേതസ്പർശം, സവസ്പർശം, മൂത്രം, മൂത്രപരീക്ഷയോ. ക്ഷേത്രോചിതമല്ലാത്ത ആരാധനാക്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനക്രമമല്ല. രേതസ്പർശം, ശവസ്പർശം, മൂത്രം, മൂത്രപരീക്ഷയോ എന്ന് ഗുളികനെ കൊണ്ട് പറഞ്ഞാൽ കുലവാലായ്മയോട് കൂടിയൊക്കെ ഇതിനകത്ത് കയറിയ വിഷയം ഉണ്ട്. ഇത് മാത്രമാണ്. ഒന്നും കൂടെ നോക്കിയാട്ടെ, അല്ല ഒന്നും കൂടെ ചിന്തിച്ച് നോക്കിയാട്ടെ. അതിനകത്ത് നമ്മൾ സാന്നിധ്യ വിഷയം, നമ്മൾ ക്ഷേത്രം, ബിംബമൊക്കെ നോക്കുമ്പോൾ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ പറയേണ്ടതാണ്. ഗുളികൻ സൂക്ഷ്മതലത്തിലാണ്. സ്ഥൂലമായിട്ട് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു കാണത്തില്ല, കൊലവാലായ്മ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കാണത്തില്ല. അത് ചിലപ്പോൾ മറച്ചു വെച്ച് കാണും. ഏത് രീതിയിലുള്ള മാത്രമല്ല നമുക്കൊരു അശുദ്ധിയായിട്ടൊക്കെ ഒരു അകത്തോട്ട് ആൾക്കാർ കയറാനൊക്കെയുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. അതിന് കാരണം അല്ലെങ്കിൽ 6ാം ഭാവാധിപന് ആ ലഗ്നത്തിൽ വരുത്തിക്കും. പിന്നെ 5ാം ഭാവത്തിൽ അപ്പം സാന്നിധ്യമഭി ബിംബഞ്ച പഞ്ചമേനോ അത് ചിന്തിയതാണ്. 5ാം ഭാവത്തിൽ ബിംബസ്ഥാനത്തുമാണ് ഗുളികൻ നിൽക്കുന്നത്. അപ്പോൾ ഗുളികൻ നിൽക്കുമ്പോഴത്തേക്കും അകത്ത് നമുക്ക് ആ ബുധനാകുമ്പോഴത്തേക്കും പിന്നെ ശുക്രനാകുമ്പോൾ പല അശുദ്ധികളും ഉണ്ടാകും.
അപ്പോൾ അത് നമ്മൾ അത് പരിഹാരം തേടേണ്ടതുണ്ട്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, എല്ലാം നമ്മൾ അകത്തോട്ട് കുറച്ച് അശുദ്ധി ബാധിക്കുന്നത്. മറ്റേ ഇത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ അടച്ചിട്ട് പോയിട്ടില്ലേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങത്തുള്ളൂ. പിന്നെ വൈകിട്ട് ഇവരിറങ്ങുമ്പോഴാണ്, നേരത്തെ ഇറങ്ങുകയോ അല്ലയോ, പിന്നെ തുറന്ന് നിത്യവും ശുദ്ധിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയൊക്കെ പഞ്ചപുരം ഉണ്ടോ അതോ ഒന്നുമില്ലല്ലോ? പഞ്ചര ദേവിക്ക് പടിഞ്ഞാറ് പാർവതി ദേവി, ബാക്കി ഇല്ല. ബാക്കി അതിന്റെ ആവശ്യമില്ല, കാരണം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതിനകത്തിറങ്ങി പണിയൊന്നുമില്ലല്ലോ. ദൗദൗ ഗോണകഥ ദിമൂർത്തയെ 6ാം ഭാവാധിപതിയും ആദിത്യനുമായിട്ട് ഉള്ള ഗ്രഹം ഉഭയരാശി തന്നെ നിൽക്കുമ്പോൾ, 6ാം ഭാവാധിപത്യം വഹിച്ചിട്ട് നിൽക്കുമ്പോൾ ഇത് അഷ്ടബന്ധമൊക്കെ എത്ര നാളാവും? അഷ്ടബന്ധമൊക്കെ ഇട്ടിട്ട് 25 വർഷം 98 നവീകരണത്തിന് ശേഷം നടന്നിട്ടില്ല. വാർത്ത കെട്ടിയിട്ടുള്ളതാണ്. സതീശൻ്റെ പേര് പൊട്ടലുണ്ടോ? ഉണ്ട്. വളരെ പൂർവികമായിട്ടുള്ള നമ്മൾ അഷ്ടബന്ധത്തിൻ്റെ ഒരു ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ യജമാനൻ ബോർഡാ. പരമാധികാരം എന്ന് പറയുന്നത് അപ്പൊ ഇത് തന്ത്രിദേഹം വിളക്ക് വെച്ചിട്ട് ഏവോ അവിടെ ചെന്ന് നിൽക്കണം പാണി ഒട്ടാനായിട്ട്. അനുവാദം ചോദിച്ചിട്ടാ പാണി ഒട്ടിക്കുന്നത് പറയുന്നതൊക്കെ. അപ്പൊ ഇത് തമ്മിൽ എന്ന് പറയുമ്പോൾ ഒരു രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് തീരുമാനം എടുത്തേ ഇത് പോകാൻ പറ്റും. അല്ലാതെ ഒരാൾ മാത്രം തീരുമാനം എടുത്താൽ അവിടെ പരാജയപ്പെടും. തീരുമാനം എടുക്കുന്നതല്ല. ഇപ്പൊ ഈ പറഞ്ഞത് ആചാര കാര്യങ്ങളിൽ ബോർഡാണ് യജമാനെങ്കിലും ആചാര അത് വേറെ കാര്യം. അത് തന്ത്രിക്ക് തന്നെ വേണ്ടാന്ന് ബോർഡിരിക്കലും പറയത്തില്ല. അത് സമയക്രമീകരണങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ വേണം തീരുമാനിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ഇവരെല്ലാരും കൂടി കമ്മിറ്റിക്കാരും പറയാറില്ല, നടക്കത്തില്ല. കമ്മിറ്റിയും ബോർഡിന്റെയും അതെ എല്ലാവരുടെയും കൂടെ സഹകരണത്തിൽ പറഞ്ഞതുപോലെ ഉത്സവലി ഒരു 10 മണിക്ക് 10:30 തുടങ്ങി കഴിഞ്ഞാൽ 1:30 നമുക്ക് ഉത്സവലി തീരും. അതിനുശേഷം നമുക്ക് അന്നദാനം നടത്തുകയും ചെയ്യാം. അപ്പോൾ അതല്ലെങ്കിൽ അത് അത്രയും നമുക്കൊരു ഒരു ഭവൻ ഇഷ്ടമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ വിഷയത്തിനകത്ത് ഈ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം അതൊന്നും ഈ അറിവിൻ്റെ പ്രശ്നമായിരിക്കും. നമുക്കത് ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നു. അങ്ങനെയല്ല, ഉത്സവബലിയാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുവേണ്ടിയാണ് ഉത്സവം നടത്തുന്നത് തന്നെ. അതിന് ലോപം വരുത്തുന്ന രീതിയിൽ ഒരു പരിപാടിയും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ 9 മണിക്ക് വിളക്ക് വെക്കണമെങ്കിൽ 9 മണിക്ക് വിളക്ക് വെക്കാൻ ഒക്കാത്തതിന് കാരണം ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങളോ ഒന്നുമല്ല. ചില തന്ത്രദ്ദേഹത്തിനും കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടിന്റെ വിൽപ്പനയാണ് അത്രയും താമസിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തീരുമാനം ബോർഡ് ശക്തമായി എടുത്താൽ സംഭവം തീരും. അത് ബോർഡിന് നഷ്ടപ്പെട്ടു. അതെല്ലാം ഉണ്ടെങ്കിൽ നിലനിൽക്കുള്ളൂ. ഈ ജീവനക്കാർക്ക് അല്ല, ഒരു ദിവസത്തേക്ക് നഷ്ടപ്പെടാം. ഇന്നലെ വരെ എല്ലാവരും കൂടെ സമന്വയിക്കണം ആ വിഷയത്തിൽ. ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവേണ്ടത്. അല്ല, ഈ ശ്രീഭൂതബലിയായാലും നിത്യവുമുള്ള ശീവേലി ആയാലും സങ്കല്പം എന്തുവാ? തൻ്റെ ഭൂതഗണങ്ങൾക്ക് മേൽശാന്തി നിത്യവും ശീവേലി ഉണ്ടെങ്കിൽ തൻ്റെ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് എഴുന്നള്ളിച്ച് മുമ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുക തന്റെ ഭൂതഗണങ്ങൾക്ക് കൊടുക്കുന്നത്. അത് അദ്ദേഹത്തിന് നിന്ന് അത് കാണണം. അല്ല, തൂമ്പം തിരുമേനി അവിടെയും ആന ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ആനപ്പുറത്ത് ബിംബം വെച്ച് നിന്നിട്ട് കാര്യമില്ല. ആനപ്പുറത്ത് ഗജവാഹനത്തിനകത്ത് എഴുന്നള്ളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഭൂതഗണങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ അനുചരന്മാരെ ശാപ്പാട് കൊടുക്കുന്നത് ഭഗവാനെ കാണണം. അത് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് വേണം തൂവാനായിട്ട്. മനസ്സിലായോ? ഭഗവാന്റെ മുമ്പിൽ തന്ത്രി അല്ലെങ്കിൽ മേൽശാന്തി തൂവി പോകുമ്പോൾ അത് ഭഗവാൻ കണ്ടിട്ട് പറഞ്ഞല്ലേ കഴിഞ്ഞ അങ്ങേ പ്രാവശ്യം വരെ അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ അബദ്ധം പറ്റിയത് ഇങ്ങനെ വന്നത്. അതിന് മുമ്പേ നടന്നെങ്ങനെ വിഷ്ണുമൂർത്തിമേക്ക് അറിയാല്ലേ അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും അല്ല അങ്ങനെ പറയാം. സംഭവിക്കാൻ പാടില്ല. കഴിഞ്ഞു ഇനി എങ്കിലും പാലിച്ചു പോവുക. സംഭവിക്കാൻ പാടില്ല. അല്ല, ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഭഗവാൻ ഉത്സവ കാര്യത്തിനകത്ത് ഭഗവാൻ തൃപ്തിയില്ല. ഈ ഉത്സവത്തിന്റെ വിഷയത്തിൽ ശ്രീഭൂതത്തിൽ പ്രതിഷ്ഠ വയ്ക്കുമ്പോൾ ഈ കുട്ടികൾ വളരെ ശരിയാണ്, ചെറിയ കുട്ടികൾ താലം പിടിച്ചു വരുന്നു. ഉപദേവന്മാരെ അടക്കം പ്രദക്ഷിണം വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ രാജാവ്. ഉപദേവന്മാരെ പ്രദക്ഷിണം വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഉപദേവന്മാരുടെ അവിടെ ഒരു ബലി തൂകുന്നുണ്ടെങ്കിൽ മാത്രം വേണം അതിനൊരു അരിപ്പാട്ടക്കര ഉപദേവ ശാസ്താവിന് ഉത്സവ സമയത്ത് 5ാമത്തെ പ്രദക്ഷിണം തൂവി ഒന്ന് തന്ത്രി മാത്രം പ്രദക്ഷിണം വെക്കണം. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അതല്ല, മുമ്പില് ഇതിന് ഞാൻ കമ്മിറ്റിയോ ദേവസ്വം ബോർഡിനൊന്നും പറയുന്നില്ല. മുമ്പിൽ പ്രധാനികൾ നടക്കും. ഈ പ്രധാനികൾ പറയുന്നതനുസരിച്ച് വേണം ദേവം വരാൻ. അതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ആ മൂലയ്ക്ക് എത്തിയപ്പോൾ
വിളക്ക് പിടിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ പോകും, അങ്ങ് വിളക്ക് പിടിക്കുന്ന ആൾ പോയില്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് ഉണ്ടായത് അല്ലേ. ഞാൻ തന്നെയായിരുന്നു 10 ദിവസത്തെ ഇവിടുത്തെ ഉത്സവം. അപ്പോൾ ഒരു ദേവന്റെ പ്രതിനിധിയായി അല്ലെങ്കിൽ ദേവന് വേണ്ടി താന്ത്രിക ക്രിയകൾ തന്ത്രി ചെയ്യുമ്പോൾ ആ തന്ത്രി ആരാണോ അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യാൻ തയ്യാറായാലും വേണ്ട പ്രശ്നം. 4 പ്രദക്ഷിണം ശ്രീഭൂതയിൽ കഴിഞ്ഞ് 4 പ്രദക്ഷിണം കഴിഞ്ഞ് തന്ത്രി കത്തിക്ക് പോയി. പിന്നെ ഒരു മണിക്കൂർ ഇവിടെ തകരുതാവസരം വായിച്ചു, തെക്കേ നടക്കെ വായിച്ചു, പടിഞ്ഞാറാണ്, അതിനൊന്നും വിരോധമില്ല. 9 പ്രദക്ഷിണം വരെ വൈകുന്നേരം നേരത്തെ ആവാം. കാലത്ത് എത്ര പ്രദക്ഷിണമാണോ ശ്രീഭൂതയിൽ പ്ലസ് 1 പ്രദക്ഷിണം കൂടി ഉത്സവമായിട്ട് ചെയ്യാം. അതിന് താന്ത്രികപരമായിട്ട് യാതൊരു വിരോധമില്ല. പക്ഷേ ഇത് തന്ത്രി ഇപ്പോൾ ഇവിടുന്ന് തൂക്കി ആ മന്ത്രങ്ങൾക്ക് തൂക്കി അടുത്ത കല്ലിനോട് എത്തുമ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം ഈ നെറ്റിണ്ടാവില്ല. അതിലെ ഒരു പ്രശ്നമുണ്ട്, ആൾക്കാർക്ക് അറിഞ്ഞൂടെ. ക്ഷേത്രാചാര വൃത്തിഷു തന്ത്രിവാക്യത്തിനാണ് പ്രാധാന്യം. അയ്യോ കഴിഞ്ഞ ഗ്രാഹ്യം അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. കാരണം ഇത് കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ ആചാരത്തിന് ക്ഷേത്രാചാരത്തിന്റെ ഇതിൽ അദ്ദേഹത്തിന്റെ തന്നെ എല്ലാ ആചാര്യവചനം ഗ്രാഹ്യം ക്ഷേത്രാചാര ആചാരവചനം ഗ്രാഹ്യം. തന്ത്രിയുടെ വാക്കുകൾ ക്ഷേത്രത്തിന്റെ ആചാരത്തിന് അത് ഏറ്റവും കേൾക്കേണ്ടത് അതാണ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ബോർഡിന്റെ ആണെങ്കിലും ഏത് കാര്യം തന്ത്രിയുടെ ലെറ്റർ ഇല്ലാതെ അവിടെ നടക്കത്തില്ല. അപ്പോൾ ഇവിടെ ശ്രീഭൂതബലി ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് കലശവും ഈ ശ്രീഭൂതബലി ഉത്സവബലി എന്ന് പറയുന്ന ആചാരങ്ങൾ. അപ്പോൾ അതിൽ ആ ബലി തൂകുമ്പം അത് ഭഗവാന്റെ മുമ്പ്, അത് ശ്രീവേലി ആയാലും ശരി ശ്രീഭൂതബലി ആയാലും അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് തൂകിയാലും ഭഗവാൻ തൃപ്തിയാവുന്നത്. അല്ലാതെ തന്ത്രി ഇപ്പം തൂകി വരുമ്പോഴത്തേക്ക് ഒരു പ്രദക്ഷിണം പൂർത്തിയാവുക. അപ്പോൾ അത് തന്ത്രി പറയുന്ന അനുസരിച്ച് തന്നെ ചെയ്യുക. അത് അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശ്രീഭൂതബലിക്കൊന്നും പൂർത്തീകരണം വരുത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്മിറ്റിക്കാരുടെ അല്ലെങ്കിൽ അപ്പോൾ ഉള്ള ഓരോ വർഷവും 2 വർഷം കമ്മിറ്റിക്കാർ മാറും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ 2 വർഷം കൂടുമ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഓരോരോ രീതിയിലായിരിക്കും വരുന്നത്. അങ്ങനെയല്ല, ആ വക വിഷയങ്ങളിൽ തന്ത്രി പറയുന്നതിനപ്പുറത്തോട് നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് വാഹനത്തിൻ്റെ മുമ്പിൽ, ഭഗവാന്റെ ബിംബത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ, ചേരുമ്പതിന് മുമ്പ് വെച്ചിട്ട് തന്നെ ഇത് തൂവുക. എന്തായാലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഈ വ്യാഴമാണ്. ആ വ്യാഴം 3ാം ഭാവത്തിലാണ്. ഉത്സവ വിഷയത്തിൽ ഭഗവാൻ തൃപ്തിയില്ല, അത് യാതൊരു സംശയം വേണം. അത് മാത്രമല്ല, അതിലോട്ട് നോക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അവിടെ ഈ നേരത്തെ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി മേലില്ലെങ്കിലും ഈ തന്ത്രി പറയുന്നതനുസരിച്ച് ഈ വക ആ കാര്യങ്ങളിൽ, അകത്തുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യും. പുറത്ത് വെളി തൂകുന്നതൊക്കെ. പിന്നെ ഉത്സവത്തിൽ കഴിഞ്ഞ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അന്നദാനം ഉണ്ടെങ്കിൽ അതെല്ലാം നടത്താവൂ. ഉത്സവബലിയുടെ വിഷയത്തിൽ ഈ തെക്കൻ ഭാഗത്തുള്ള തെറ്റായിട്ടുള്ള ആചരണം എത്രയോണ്ടും